എന്തൊരു ചൂടാലേ ഇവിടെ ഇപ്പോ. നമുക്കൊന്ന് KSB ഓഫീസ് വരെ പോയിട്ട് വന്നാലോ? അപ്പൊ ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ വേദിയിൽ ഒരു വെറൈറ്റി സ്കിറ്റുമായി എത്തുന്നു നമ്മുടെ സ്വന്തം സെൽവൻ ചേട്ടൻ, രാജ്മോഹൻ ചേട്ടൻ ആൻഡ് സജി ചേട്ടൻ. ഹലോ ഹലോ. KSB. എടാ നിനക്കൊക്കെ ശകലമെങ്കിലും നാണം ഉണ്ടാടാ? എടാ ശകലമെങ്കിലും ഉളുപ്പുണ്ടാടാ? ഭയങ്കര തൊലിക്കട്ടി തന്നെ കേട്ടാ നിനക്കൊക്കെ. അയ്യോ മനുഷ്യ ഇവിടെ ചൂടെടുത്ത് പ്രാന്തെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണ്. അതിന്റെ ഇടയിൽ കൂടെ നിന്റെയൊക്കെ പവർ കട്ട്. 24 മണിക്കൂർ അതിനകത്ത് ഇരിക്കൂലല്ല. വെളി ഇറങ്ങുമല്ല. അങ്ങനല്ലോ. തീർത്ത് കളയും. അമ്മ സത്യമായിട്ട് തീർത്ത് കളയും. പയ്യന്മാരെ ഇടപാടാക്കിയിട്ടുണ്ട് മക്കളെ, തീർത്ത് കളയും. ആ ശരി. എന്താ പറഞ്ഞേ? ഹലോ. എല്ലാം കേട്ടായിരുന്നു? കേട്ടായിരുന്നോ? പിന്നെ എനിക്ക് കേൾക്കാൻ പറ്റില്ല. ജോലിക്ക് കയറി എന്റെ അന്ന് മുതൽ കേക്കല്ലേ. ഈ സൈഡ് മരവിച്ചിരിക്കുക, ഒന്നും കേൾക്കാൻ എന്ന് മാത്രം കേട്ടിരിക്കുന്നു. ആൾക്കാർ നോക്കാം. സർക്കാർ ജോലി കിട്ടിയ കേരളത്തിൽ പെണ്ണ് ഓക്കെ എന്നാ. കയറി ഇരുന്ന് നോക്കണം. എന്നാ തെറി വിളിയാന്നറിയാം. എന്റെ പൊന്നപ്പോ അബദ്ധത്തിന് നമ്മൾ വല്ല ഒരു വാക്ക് അങ്ങോട്ട് പറഞ്ഞ അപ്പോഴും പറയും, എടാ ഞങ്ങളെയൊക്കെ നികുതി പണം കൊണ്ടല്ലേടാ നിനക്കൊക്കെ ശമ്പളം തരണേന്ന്. ഇതാ കുഴപ്പം. എങ്ങനെയാ ഒരു ദിവസം കഴിഞ്ഞു പോണെന്ന് ഞങ്ങൾക്ക് മാത്രം അറിയാം. എന്താ പറയാം അത് പിടിച്ചേ. പിടിക്കേ പറയാം. എല്ലാം പറയാം. പിടിച്ചേ. ആരെന്ന് പറ. എന്താ സംഭവം? അപ്പടി നന്നായിട്ട് അങ്ങോട്ട് പറയാം. ഓക്കെ പറ. ആരാ? നമസ്കാരം. എന്റെ ആദ്യ രാത്രിയാണ്. കൺഗ്രാജുലേഷൻസ്. അതൊക്കെ പട്ടി. നീ പറ, ഇതെന്താ സംഭവം? പീസ് എവിടെ? നീ ബില്ലടച്ചായിരുന്നാ? ബില്ല് ഞാൻ ഇന്നലെ തന്നെ അടച്ചല്ല. ഞാൻ കറക്റ്റ് ആയിട്ട് ഗൂഗിൾ പേ ചെയ്ത് അടച്ചു. ഇന്നലെ അല്ല, ഇന്ന് അടച്ചു. ഓൺലൈൻ വഴി ഇന്ന് രാവിലെയാണ് ഞങ്ങൾ ഫീസ് ഊരി. പക്ഷെ ഇവിടെ സ്റ്റാഫ് ഇല്ല. നാളെ വരാൻ പറ്റുള്ളൂ. നിനക്ക് അത്ര അത്യാവശ്യമാണെങ്കിൽ ആ ബോർഡിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട്, ആ ഫീസ് എടുത്ത് കുത്തിക്കോ. അതൊക്കെ ഞാൻ നോക്കി. പക്ഷെ നിങ്ങൾ ഫീസ് മാത്രമല്ല, അതിന്റെ ഇടയിലെ നീല വയറ് കട്ട് ചെയ്തിട്ട് പോയേക്കുന്നു. നീ ഒരു കാര്യം ചെയ്യ്, അതിനൊന്ന് ജോയിൻ ചെയ്ത് കൊടുത്താ പോരെ? എന്നിട്ട് വേണം ഞാൻ അതിനകത്ത് ഏർത്തടിച്ച് നിന്ന് കുലുങ്ങാൻ. ഇത് കണ്ടോണ്ട് എന്റെ അച്ഛൻ വന്ന് പിടിക്കും, അച്ഛന് നിന്ന് കുലുങ്ങും. അത് കണ്ടോണ്ട് അമ്മ വന്ന് പിടിക്കും, അമ്മ നിന്ന് കുലുങ്ങും. ഇത് കണ്ടോണ്ട് ഞാൻ കെട്ടിക്കൊണ്ട് വന്ന ഭാര്യ പിടിക്കും, അവള് നിന്ന് കുലുങ്ങും. ആ സമയത്ത് ഏതെങ്കിലും ഒരു ക്ലാപ്പം വന്ന് അവക്ക് കൃത്രിമ ശ്വാസം കൊടുക്കണം അല്ലേടാ? എന്നിട്ട് നിനക്ക് എന്റെ വീട് വെട്ടം സിനിമ പോലെ ആക്കാനുള്ള പ്ലാനാണ്. വാട്ട് എ ക്രിയേറ്റിവിറ്റി. എനിക്കറിയത്തില്ല. ഞാൻ ഉള്ള കാര്യം പറയാം. ഞാൻ ഇതുമായിട്ട് ഇവിടെ കേറി വന്നത് എന്റെ ആദ്യ രാത്രി ഇവിടെ വെച്ച് നടത്താൻ പോവാണ്. ഞാൻ ഇതൊരു സർക്കാർ സ്ഥാപനമാണ്. ഇവിടെ വെച്ച് നടത്താൻ പറ്റത്തില്ല, ഞാൻ അനുവദിക്കത്തില്ല. നിനക്കിപ്പോ എന്താ വിഷയം? ആദ്യ രാത്രിയാണോ? എടാ ആദ്യ രാത്രിക്ക് ഇരുട്ടല്ലേ നല്ലത്? ആദ്യ രാത്രിക്ക് ഇരുട്ടാണ് നല്ലത്. പക്ഷെ വീട്ടിൽ പറ്റൂല. എടാ അച്ഛൻ ഒരാഴ്ചയായിട്ട് കിണറ്റിനകത്ത് ഇറങ്ങി ഇരിക്കുവാണ്. എന്തിന്? ചൂട് കാരണം. അപ്പൊ ആഹാരമൊക്കെ എങ്ങനെ കഴിക്കും? അത് അമ്മ തൊട്ടിക്കകത്തിട്ട് താഴോട്ട് ഇറക്കി കൊടുക്കും. അപ്പൊ ഈ പുള്ളി വെളിയിൽ വരാറില്ലേ? വരും. പെൻഷൻ കാശ് വന്നൊന്ന് ചോദിക്കാൻ വേണ്ടി മാത്രം എത്തി നോക്കിയിട്ട് താഴോട്ട്. ഒട്ടി കുടുംബം നിനക്ക് അങ്ങനെ വേണം. നീ എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ വെച്ച് ആദ്യ രാത്രി നടത്തിയിട്ടേ ഞാൻ പോവാ. അതിനാണ് കയറി വന്നത്. നിനക്കൊരു കാര്യം അറിയാവാ? 38 വയസ്സാണ് എനിക്ക്. 38 വയസ്സായി. അപ്പോഴാണ് ഒരു കല്യാണം ആയത്. ഞാനാണോ നിന്നെ സമ്മതിക്കാത്ത കല്യാണം കഴിപ്പിക്കാൻ? ഞാനിവിടെ കയറി വന്നിട്ടുണ്ടെങ്കിൽ ആദ്യ രാത്രി ഇവിടെ വെച്ച് നടത്തും. അതാണ് എന്റെ പ്രതിഷേധം. സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞില്ല. എന്തുകൊണ്ട് സമ്മതിക്കത്തില്ല? ഈടാ വിശന്ന് കിടക്കണോ എന്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ ആരെങ്കിലും കൊണ്ടൊന്ന് ബിരിയാണി കഴിക്കോടാ? മനസ്സിലായില്ല. കല്യാണം കഴിച്ചിട്ടില്ല എന്ന് എടുത്തോണ്ട് പറ. ഇല്ലെങ്കിൽ ഇതെല്ലാം കൂടി ഞാൻ ചവിട്ടി കൊട്ടുകളെ കൊതിപ്പിക്കാതെ കട്ടിലെടുത്തോണ്ട് പറ. അയ്യോ വരണേട്ടാ. അയ്യോ അല്ല, ഏയി വരണ. ഏയി അറിഞ്ഞൂടെ? ഇവിടുത്തെ മെയിൻ ആളാണ്. പാതിരാത്രി ഇങ്ങോട്ട്. അയ്യോ അപ്പോ എന്തൊരു ചൂടപ്പോ മഹേഷേ. എന്തൊരു ചൂട് മഹേഷേ. എന്തൊരു ചൂട്. സത്യം പറഞ്ഞാൽ തിരിഞ്ഞടക്കാൻ വയ്യ, ചരിഞ്ഞടക്കാൻ വയ്യ. ഭയങ്കര ചൂട്. ഇരിക്കാൻ പറ്റും. അതെ. ഫ്രിഡ്ജിൽ നല്ല വീട്ടു സാധനങ്ങൾ മൊത്തം ഇരിക്കണം. അല്ലെന്നോ? പിന്നെ അച്ഛനും ചിറ്റപ്പനും ഫ്രിഡ്ജിനകത്തല്ലേ ഇപ്പൊ ചീട്ടുകളി. ചൂട് തന്നെ അവർക്ക് ഇരിക്കാൻ പറ്റില്ല. ചൂട് ഭയങ്കര ചൂടല്ലേ, വിശ്വസിക്കാൻ പറ്റത്തില്ല. ഈ ചൂട് എങ്ങനെയാണ് ഇത്രയും കൂടിയെന്ന് സാറിന് അറിയാവോ? എന്താ? എന്റെ പൊന്നെ സാറേ, ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ മാറും. ഞാൻ നമ്മുടെ മീറ്റിങ്ങിന് എത്രയോ പ്രാവശ്യം എണീറ്റെന്ന് പറയാൻ തുടങ്ങിയെന്നറിയോ? ഞാനിത് എണീറ്റെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ശാസ്ത്രലോകം നാണിച്ച് കണ്ണുപത്തും. ഈ തുണിയില്ലാനാണ് എഴുന്നേറ്റ് കാര്യം പറയാൻ പോണത്. അടിയടിച്ചെന്നല്ല, നിനക്ക് ഞാൻ പറ്റില്ല. നിയമമില്ല സാറേ. ഞാൻ ഒരു കാര്യം പറയാം. എന്നെ സതീശൻ സാറ് പറയാൻ സമ്മതിച്ചിട്ടില്ല. ഞാൻ പറയട്ടെ, ഈ ചൂട് കൂടാൻ കാരണം എന്താണെന്നറിയാവോ? താപനില കൂടുതലാണ്. ഞാനാ തൊണ്ടും ചിരട്ടയും കൂടെ ഇട്ട് കത്തിച്ച് താപനില കൂട്ടിയത്. എന്റെ അടുത്ത് പറയേണ്ട കാര്യം എന്തിനാ മഹേഷ്? അതാരാ അത്? മനസ്സിലായില്ലേ? ഇതാരാ? സാറേ, ഈ പുള്ളി കറണ്ട് ബില്ല് അടച്ചിട്ടില്ല. കറണ്ട് ബില്ല് അടച്ചിട്ടില്ലേ?
സെക്ഷൻ കൺസ്യൂമർ നമ്പർ കറണ്ട് ബില്ല് അടച്ചിട്ടില്ലേ കൺസ്യൂമർ നമ്പർ എത്രയാന്ന് പറയാ പേരെന്താ പേര് കൺസ്യൂമർ 36 താരിഫ് നോക്ക് 340 കറണ്ട് ബില്ല് അടച്ചില്ലല്ലേ എല്ലാം കൂടെ 3600 3600 200 എക്സ്ട്രാ മീറ്റർ റീഡിംഗ് എടുത്താ 3800 രൂപ. എന്റെ സാറേ ഞാൻ കറണ്ട് ബില്ല് ഇന്ന് അടച്ച ഓൺലൈൻ വഴി അടച്ചാണ് സാറേ. ഇന്ന് വൈകുന്നേരം അടച്ചത്, ഇന്ന് രാവിലെ നമ്മൾ ഫീസ് ഊരിയത്. അപ്പൊ ഒരു ദേഷ്യം വെറുതെ ആയില്ലേ? ഇനിയിപ്പോ മീറ്റർ ഇത് ആരെങ്കിലും കറണ്ട് ബില്ല് അടയ്ക്കാത്ത ഒരാൾ വരുമ്പോ എന്റെ അടുത്ത് പറയണം കേട്ടോ. എന്താ ഈ മീറ്റർ തന്നെ എനിക്ക് ദേഷ്യപ്പെടാനാണ്. അത് സാർ എന്ത് വേണം ആയിക്കോ, പക്ഷെ ഇവൻ അതുകൊണ്ട് ആദ്യ രാത്രി ഇവിടെ ആഘോഷിക്കണമെന്ന് പറഞ്ഞിട്ട് വന്നേക്കുവാ. ആദ്യ രാത്രി എന്ത് മനുഷ്യനാണത്? കംപ്ലൈന്റ് എടുത്തോ പുള്ളിയുടെ? ഇല്ല പുള്ളിയുടെ കംപ്ലൈന്റ് എന്താ? ഫീസ് ഊരിക്കൊണ്ടു. അതെ. അപ്പൊ പേര് ചോദിച്ചു കംപ്ലൈന്റ് എടു. എന്താണ് അതിന്റെ പേര്? അപൂർവൻ. നീ അങ്ങ് തീരുമാനിച്ചാൽ നീ അപൂർവനാണെന്ന് ഞങ്ങളും കൂടെ പറയണ്ടേ? അപൂർവനാണ്. നീ കുറെ നേരം കൊണ്ട് ഇവിടെ പുരുകണ്ട കേട്ടാ. എന്ത് പേര് മഹേഷ്? എന്ത് പേരാണ്? അപൂർവനോ? എന്ത് പേരാണ്? 28 കെട്ടിനാണ് എന്റെ അച്ഛൻ എനിക്ക് പേരിടാൻ വേണ്ടി മടി പിടിച്ച് കിടത്തി. ആണോ? എന്റെ അച്ഛനും ഞങ്ങളുടെ വല്യച്ഛനായിട്ട് സ്വത്ത് തർക്കത്തിന്റെ പേര് മുടിഞ്ഞ പോരാ. എനിക്ക് പേരിടുന്ന സമയത്ത് ഈ വല്യച്ഛ അച്ഛന്റെ വിഗും പറിച്ചിട്ട് ഒറ്റ ഓട്ടം. അപ്പൊ അച്ഛന് കലികേറിയിട്ട പേരാണ്. അപ്പൊ അച്ഛൻ പേരിട്ടതല്ല, അച്ഛൻ വല്യച്ഛനെ എന്തോ വിളിച്ചതാണ്. ഇവ അത് പേരായിട്ട് കൊണ്ട് നടക്കും. നിനക്ക് ഈ ഞാനൊരു പേരിടും. നിനക്ക് അപ്പു എന്ന് ഞാൻ പേരിടും. അപ്പു, അത് മതി. അല്ലാതെ നാട്ടുകാരെ കൊണ്ട് അതൊന്നും വിളിപ്പിക്കില്ല ഏട്ടാ. അപൂർവനെ അതല്ല വിഷയം. ഈ കല്യാണം ഇവിടെ ഈ ആദ്യ രാത്രി നടത്തുന്ന പറഞ്ഞാൽ അത് വളരെ മോശപ്പെട്ട പരിപാടി. ആദ്യ രാത്രി ഇവിടെയോ? പിന്നെ അല്ലാതെ നിങ്ങൾ എന്തറിഞ്ഞോണ്ട്? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കല്യാണമായിരുന്നു. ഇവന്മാര് പീസ് ഊരിക്കൊണ്ട് പോകുമ്പോ ആര് പറഞ്ഞു വയറും കട്ട് ചെയ്ത് വെച്ചേക്കുന്നു. ഇവിടെ ഞാൻ ആദ്യ രാത്രി നടത്തും. അതാണ് എന്റെ പ്രതിഷേധം. താൻ മനസ്സിലാക്കേണ്ട അപ്പോ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. KSEB സ്ഥാപനം എന്ന് പറയുന്നത് ഈ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അത് ആദ്യം മനസ്സിലാക്കണം. എന്ന് വിചാരിച്ച് ഇതുപോലുള്ള അനാവശ്യം കാണിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് അവസ്ഥ അറിയോ? സെക്ഷൻ നമ്പർ 412(4) പ്രകാരം കഠിന തടവിന് ശിക്ഷ വിധിക്കും നിങ്ങൾ കേട്ടോ, ഒരു കേസായാൽ. അല്ല, ഈ സെക്ഷൻ നമ്പർ ഒന്നുകൂടെ പറയാൻ പറ്റും? നീ കാര്യം പറഞ്ഞിട്ട് നിനക്ക് സാറിന് നേരത്തെ പരിചയമുണ്ടോ? ഇല്ല. നീ ആഹാരം കഴിച്ചോണ്ട് സാറ് നിന്റെ ആഹാരം വല്ല തട്ടി പറിച്ചോണ്ട് ഓടിയാ? അതെങ്ങനെയാണ്? ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് പുള്ളി. നീ ഉറങ്ങി കിടന്നപ്പോ എന്റെ കുപ്പി ഉണ്ടെന്ന് ഞാൻ അഴുക്ക സൗണ്ട് ഉണ്ടാക്കി നിന്നെ ഉണർത്തിയാ. നിനക്ക് വട്ടാണ്. ഞാൻ ആദ്യമായിട്ട് കാണുന്ന മനുഷ്യനാന്ന് പറഞ്ഞില്ലേ? പിന്നെ നീ എന്തുണ്ട് അങ്ങേടുത്ത് ആ സെക്ഷൻ വീണ്ടും പറയണത്? ഒരു പ്രാവശ്യം അങ്ങനെ പറഞ്ഞൊപ്പിച്ചത് അങ്ങേക്ക് മാത്രം അറിയാം. ഇനി ഒരിക്കൽ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നാക്ക് കുരുങ്ങി കറങ്ങി അങ്ങേരൂടെ വീണ് ചാവും. നീ എന്തിനാ ഇതൊക്കെ പറയാൻ പോണോ? അത് കാര്യം എനിക്ക് മനസ്സിലായി. എപ്പിസോഡ് വരുമ്പോഴേ ഒരു പോസ്റ്റർ വരുമല്ലോ, അതിൽ ക്യാപ്ഷനിൽ "ശെൽവനെ കുരുക്കിയടിച്ച് ഷബോൺ ഷാ" എന്ന് പറയണം. അതാണ് സംഭവം. മനസ്സിലായി. ആദ്യം എന്റെ ദൈവത്തിനാണ് നേരി ഞാൻ അങ്ങനൊന്നും ആഗ്രഹിച്ചിട്ടില്ല. നീ ആഗ്രഹിച്ചാലും ആഗ്രഹിച്ചില്ലെങ്കിൽ നിന്റെ ഈ ആഗ്രഹം കൂടെ നടക്കും. അത് നടത്താൻ വേണ്ടിട്ട് വന്ന് നടത്തിയിട്ടേ പോവും. ഞാനൊരു കാര്യം നിങ്ങൾക്ക് ഈ നാട്ടുകാർക്ക് ഒരു വിചാരമുണ്ട് KSEB എന്തും വന്ന് നടക്കാന്നുള്ള. അങ്ങനെയല്ല. നിങ്ങൾ ആദ്യം KSEB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു KSEB മാത്രമല്ല, പിന്നെ ജനങ്ങൾക്ക് സേവനം കൂടെ ചെയ്യണം. അതാണ് KSEB കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആണ്, സേവനം ഇല്ലെന്ന് പറയുന്നില്ലോ. പക്ഷേ പൊതുജനം മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയാം? വൈദ്യുതി എവിടെന്നാ ഉണ്ടാവുന്നേ? വൈദ്യുതി എവിടുന്നാ ഉണ്ടാവുന്നത്? വെള്ളത്തിൽ നിന്ന് ആണല്ലോ. അതറിയാം. വൈദ്യുതിയുടെ പിതാവ് ആരാണ്? എടാ, ഒരു കാര്യം ചോദിക്കുമ്പോ അത് കറക്റ്റ് ആയിട്ട് ചോദിക്കണം. മനസ്സിലായി? വൈദ്യുതിയുടെ പിതാവ് ആരാണ്? എടാ, വൈദ്യുതിയുടെ പിതാവ് ആരാണെന്നും വൈദ്യുതിയുടെ അമ്മയോട് ചോദിക്കണം. നിനക്കറിയാവോ? അമ്മ ചൂണ്ടിക്കാണിക്കുന്ന ആരാണോ അതാണ് വൈദ്യുതിയുടെ പിതാവ്. എന്റെ അടുത്താണ് വൈദ്യുതിയുടെ പിതാവ് ചോദിക്കുന്നത്. KSEB ഉദ്യോഗസ്ഥനാണെന്ന് നോക്കുന്നില്ല. അടിച്ച് പിരിച്ചു കഴിഞ്ഞാൽ എന്റെ പിടിവിട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു വൈദ്യുതിയുടെ അമ്മേ അതായത്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇവ ഈ കട്ടിലും കൊണ്ട് ഇങ്ങോട്ട് കയറി വന്നപ്പോഴേ എനിക്കറിയാം ഇവന്റെ തലയ്ക്കകത്തൊന്നുമില്ല, ഒരു ബുദ്ധിയില്ല. വൈദ്യുതിയുടെ അമ്മേ എന്റെ പൊന്ന് സാറേ, ഇവിടെയുള്ള കൊച്ചു പിള്ളേർക്ക് വരെ അറിയാം വൈദ്യുതിയുടെ പിതാവ് വിശ്വംഭരനാണെന്ന്. ഓ, എന്റെ അച്ഛൻ പുള്ളിയാള് ശരിയല്ലേ സാറേ? അമ്മയ്ക്ക് ഭയങ്കര സംശയമോ. മിക്കവാറും വൈദ്യുതിയെ ഞാൻ ചേട്ടാന്ന് വിളിക്കേണ്ടി വരും. മഹേഷിന് എങ്ങനെയായിരുന്നു ഇവിടുത്തെ ജോലി കിട്ടിയത്? ഞാൻ ഈ PSC ടെസ്റ്റ് ചെയ്തു സാർ 2 പ്രാവശ്യം. എന്നിട്ട് ഈ ഓണ സമയത്താണ് ഞാൻ ജോയിൻ ചെയ്തത്. അപ്പൊ അങ്ങനെയാണ്. അത്തച്ചിട്ടിക്ക് ഫസ്റ്റ് അടിച്ചാണ് ഇവിടെ ജോലി കയറിയത്. വൈദ്യുതിയുടെ പിതാവ് മഹേഷേ. ഹലോ, വൈദ്യുതി പിതാവ് ആരാ സാറേ? എടോ മനസ്സിലാക്കാം, മൈക്കിൾ പാരഡേ. എന്നാ പിന്നെ നാദൃശ്യം അങ്ങ് പറഞ്ഞപ്പോഴേ. നാദൃശ്യ പിന്നെ മൈക്കിൾ പാരഡി പറഞ്ഞ ആരാ? നാദൃശ്യല്ലേ? കൺസ്യൂമർ നമ്പർ മഹേഷേ. സാറേ, വേറെ കാര്യം ചോദിച്ചോട്ടെ? ഇനി നാദൃശ്യല്ല മറ്റേ വീടിരായപ്പം വല്ല ആണോ? പ്ലാൻ ചെയ്യാം, നോക്ക്. ഹലോ മോളെ ചിഞ്ചിറാണേ, നമ്മുടെ വീട്ടിലുള്ള കറണ്ട് ഇല്ലാത്തത് ഇവിടൊക്കെ കറണ്ട് ഉണ്ട്. ഇവിടെ AC ഒക്കെ ഇട്ട് ഇവരങ്ങ് സൂയിക്കുമല്ലേ. നീ ഒരു കാര്യം ചെയ്യ്, ആപ്പിളും ഒക്കെ ഇട്ടെങ്കിൽ പോരും.
ആ ശരി ശരി ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് സാധനം സെറ്റ് ചെയ്തു. സാറേ സാറേ അവ ആ പെണ്ണും പിള്ളേം കൂടെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തണം, എന്തെങ്കിലും ചെയ്യണം. എത്രയും പെട്ടെന്ന് പോടോ. ഇവിടെ ആദ്യം പെണ്ണുമ്പിളെ വിളിക്കട്ടെ കാര്യം എന്തോ? ഞാൻ ചാനലിനെ വിളിക്കട്ടെ. ചാനൽ വിളി. ചാനൽ വന്നു ചാനലൊക്കെ ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. സാറേ ചാനലില്ല. എവിടെ ചാനലിൽ 2 ദിവസം ഇലക്ഷന്റെ മറ്റേ റിസൾട്ട് ആയിരുന്നല്ലോ, ഇവിടെ ഒന്ന് അലറി വിളിച്ച് വായൊക്കെ കഴിച്ച് വാ വെക്കാൻ പറ്റാതെ അവിടെ കിടക്കാണ്. അവിടെ വരാൻ പറ്റില്ല. പോലീസിനെ വിളിക്കാം. പോലീസൊക്കെ ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. പോലീസ് ഒന്നും പറഞ്ഞ പോലീസുകാർ ഇവിടെ ഇല്ല. ഇവിടെ പോയി എല്ലാരും കൂടി മൂന്നാറിലെ ഒരാഴ്ച കൊണ്ട് അവരെ ഒരു കേസിന്റെ അന്വേഷണമായിട്ട് അടയ്ക്കുകയാണ്. ചുമ്മാതെ ചൂടുകാരനെ എല്ലാം കൂടെ തണുപ്പടിക്കാൻ വേണ്ടി പോയി കിടക്കും. കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് ആരെ വിളിക്കാം സാറേ? ഇവരെയൊക്കെ എവിടുന്ന് കിട്ടി സാറേ? ഇവന് അല്ല നിങ്ങൾ കാണിച്ചല്ലേ മോശം. നിങ്ങൾ ഇവിടെ വന്നിങ്ങനെ കിടക്കേണ്ട കാര്യം. ഞാൻ കിടക്കും. ചൂടാവരുത്. ചൂടായാൽ ഞാനും ചൂടാവും. അങ്ങനെ ചൂടായൊക്കെ ഞാൻ ചൂടാവും. ചൂടാവേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കഥ ഇപ്പം മനസ്സിലായല്ലോ. നിങ്ങൾക്ക് കഥ മനസ്സിലായി. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വർഷം കൊണ്ട് ഞാൻ പ്രേമിച്ച് കെട്ടി എന്റെ പെണ്ണാണ്. അത് മനസ്സിലായി. ഇവളെ കെട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ കൂട്ടുകാർക്ക് വരെ എന്നോട് ശത്രുത. ശത്രുത അറിയേണ്ട കാര്യം എന്റെ സാറേ, ഇത്രയും സൗന്ദര്യമുള്ള പെണ്ണിനെ കണ്ട ആർക്കാണ് ശത്രു തോന്നാത്തത്? അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ പഞ്ചായത്തിലില്ല ഇത്രയും സൗന്ദര്യമുള്ള ഒരു പെണ്ണ്. സാറേ സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഒരു പെണ്ണിനെ കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും. സാറേ ട്രാഫിക് പോലീസ് ഒക്കെ ഉണ്ട്, അവരെ വിളിക്കട്ടെ? ഞാൻ പറഞ്ഞിട്ട് വിളിക്കാം. സൗന്ദര്യം എന്ന് പറയുമ്പോഴത്തേക്ക് സാറേ അമ്പും ബില്ലുമായിട്ട് കുറച്ച് വനപാലം ഇരിക്കണം, അവരെ വിളിക്കട്ടെ? അവരെടുത്ത് അത് വിട്ടിട്ട് അവിടെ നിൽക്കാൻ പറയണം. ഞാൻ വിളിക്കാം. ഞാൻ പറഞ്ഞുതരാം. അവിടെ ഈ കണ്ണുണ്ടല്ലോ, കണ്ണാ അത്തിപ്പഴം ഉണ്ട് കൊച്ചിന്റെ അല്ലേ? ആ അത്തിപ്പഴം വെച്ചിരിക്കുന്ന പോലെ പൂച്ച കണ്ണാണ്. ചില പെൺപിള്ളേർക്കാണ് ഇങ്ങനെ. എന്റെ സാറേ, ഈ പൂച്ച കണ്ണും വെച്ച് അവള് കണ്ണാടിയുടെ വിടവിക്കഴിഞ്ഞ് നോക്കുന്ന കണ്ടാല് ചില ടീച്ചർമാർക്ക് അത്ര നോട്ടം. അതുപോലെ മൂക്ക് മറ്റേ ക്യാരറ്റ് ചെത്തി മിനുക്കി വെച്ചേക്കുന്ന പോലെ ഇരിക്കാണ് മൂക്കല്ലേ? പിന്നെ ചുണ്ടാണ് ചെറിപ്പഴമാണ്. ആണല്ലേ? ഇത് പിന്നെ ഈ താടിയുണ്ട്, അത് ഇരട്ട താടിയാണ്. ആപ്പിൾ ചെത്തി വെച്ച പോലെ ഇരിക്കും. ഇവ ഏതോ ഫ്രൂട്ട്സ് കടയുടെ പരസ്യം പറയാൻ വന്നു. നിനക്കെന്തോ കുഴപ്പം മഹേഷ്? ആ ചെറുപ്പക്കാരന്റെ വേദന മനസ്സിലാക്കണ്ടേ മഹേഷ്? ഇങ്ങനെയല്ല നേരത്തെ പറഞ്ഞു. ഒരു കാര്യം മനസ്സിലാക്കാതെ അവ അത്ര വിഷമിച്ച എത്ര നാളായിരുന്നു കല്യാണം കഴിച്ചത്? അതിനായിട്ട് പീസും വലിച്ചു വരിട്ട് ഓഫീസ്. എന്തോ ഓഫീസ് പറ. അങ്ങനെയാണ് മൊത്തത്തിലുള്ളൊരു ഇത്. ഞാൻ വരൂ വിളിച്ചിട്ടുണ്ട്. വരും. ഇപ്പൊ വരും. ഇവിടെ വരും. ഇപ്പൊ വരും. മഹേഷേ എല്ലാം കഴിച്ചായിരുന്നാ? ഞാൻ ഇവിടെ ടച്ച് വെട്ടി ക്ഷീണിച്ചിരിക്കുമ്പോഴാണ് കഴിക്കുന്നത്. വീട്ടിൽ പോക്കൊന്നും ഇല്ല ഇപ്പൊ? 2 ദിവസമായി പോയിട്ട്. വീട്ടിൽ പോയിട്ട് വീട്ടിൽ പോയി കൊച്ചുങ്ങളെ കണ്ടിട്ട് ഞാൻ ഉണ്ടല്ലോ നൈറ്റ്. ഇനിയിപ്പോ ഇവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവാൻ ഞാൻ പോണില്ല സാറേ. അത് മാത്രമല്ല, എനിക്കല്ലേ നൈറ്റ് ഡ്യൂട്ടി, സാറിനല്ലല്ലോ. മഴ പോയിട്ട് ഞാൻ പോകത്തില്ല. ഞാൻ ഇതിന് തീരുമാനമായിട്ടാ ഞാൻ ഡീൽ ചെയ്തോളാണ്. ഇല്ലില്ല, ഞാൻ ഇത് കഴിയാതെ ഞാൻ പോകത്തില്ല. അല്ല, അവന്റെ ആദ്യ രാത്രി അറിയാമല്ലോ. അവളിപ്പോ വരും. നൈറ്റ് ഡ്രസ്സും ഗൗണുമായിട്ട് ഇപ്പൊ വരും. നൈറ്റ് ഡ്രസ്സും ഗൗണും പുല്ലപ്പൊക്കെ വെച്ച്. എന്താ സാറേ നൈറ്റ് ഡ്രസ്സും ഗൗണും? നൈറ്റ് ഡ്രസ്സും അവിടെ ഈ ബീഫിലെ തേങ്ങാ കൊത്തിട്ട് ഒരു പെരട്ടുണ്ട്. അതുകൊണ്ട് അവിടുത്തെ കടയിലെ നല്ല ടേസ്റ്റാ. നല്ല ടേസ്റ്റാണ്. ബീഫ് തട്ടിട്ട് മേടിച്ചോണ്ടോ? അത് ഫോൺ വിളിച്ച് ചോദിച്ചാൽ കൊണ്ടുവരുമല്ലോ. അത് അവരെടുത്ത് വെച്ചോണ്ടിരിക്കുന്ന. നമുക്ക് അല്ലെങ്കിൽ ഓൺലൈനിൽ വരുത്താന്ന്. സാർ ടെൻഷൻ അടിക്കണ്ട, നമുക്ക് സെറ്റ് ചെയ്യാം. എടാ ഒന്ന് പോടാ. സാറിനിപ്പോ ബീഫ് കഴിക്കണം അത്രയല്ലേ ഉള്ളൂ. അത് ഞാൻ വിളിച്ചു പറഞ്ഞിപ്പോ ഇവിടെ വരുത്താം. പിന്നല്ലാതെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയാതെ ഇതെങ്ങനെ ശംഖ് കഴുത്ത് ശംഖ് പരഞ്ഞ് നീ ശംഖ് കഴുത്തെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അനങ്ങണ്ടേ ഇവിടെ നിന്ന്? എന്തെങ്കിലും പറഞ്ഞ നീ ഒരു സൈഡ് ഇങ്ങനെ പൊക്കിക്കൊണ്ട് പോയ അവ അനങ്ങുമില്ല. നീ ശംഖ് കഴുത്ത് മൂക്ക് ഫ്രൂട്ട്സ്. അവര് ലൈൻ ബിസിയാണ് കേട്ടാ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ചെന്ന് അവിടെ ചെന്ന് കഴിച്ചിട്ടെ സാറിന് കഴിക്കാൻ വേണ്ടി ഞാനൊരു പാർസൽ മാറ്റമുണ്ടല്ലോ. വിശപ്പ് കാണൂലേ? എന്റെ വിശപ്പ് നീ മനസ്സിലാക്കുന്നുണ്ടല്ലോ മഹേഷ്. ഇപ്പോഴെങ്കിലും നീ മനസ്സിലാക്കുന്നുണ്ടോ മഹേഷ്? പോയിട്ടോ. എനക്ക് വെച്ചിട്ടാ കിഴങ്ങ് മാറ്റോണ്ടോടാ. നീ ആദ്യ രാത്രി ആഘോഷിക്കാനൊക്കെ എവിടെ നിന്ന് കിട്ടുന്ന സാറേ ഇങ്ങനെയുള്ളവനൊക്കെ? ഇപ്പൊ നേരത്തെ പറഞ്ഞ അത്തച്ചിട്ടി വഴി കയറിയാൻ തോന്നുന്നു. അല്ല ഉള്ളവർ ഇത് വരൂലേ? കൊച്ചു വരൂലേ? അതൊക്കെ വരും. മനസാക്ഷി ഇല്ലാത്തവരാണ്. മനസ്സാക്ഷി ഒരു പ്രത്യേക സ്വഭാവം. ആറിന് പക്ഷെ നല്ല മനസ്സാണ്. ചെറുതായിട്ട് ഞാനും അവളും കൂടെ ഈ ഹണിമൂൺ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നല്ലതല്ലേ ഹണിമൂണൊക്കെ? നല്ല. നിങ്ങൾ ഊട്ടി പോണോ കൊടൈക്കനാലിൽ പോണോ എന്നൊരു പ്ലാൻ ഉണ്ട്. എങ്ങും പോലെ അവിടെയൊക്കെ എവിടെ ഉള്ള ആൾക്കാരെല്ലാം പണക്കാരെല്ലാം തണുപ്പ് കൊള്ളാൻ വേണ്ടി അവിടെ പോയി കിടക്കണം. ഇവിടെ മതി. ഈ നാട് ഇവിടെ നിങ്ങൾ പ്ലാൻ ചെയ്തോ? ഇവിടെ സെറ്റ് ചെയ്തോ? അല്ല, വേറൊരു കാര്യമുണ്ട്. ഞാൻ സംഭവമൊക്കെ ഓക്കെയാണ്. പക്ഷെ ആരെങ്കിലും ശല്യപ്പെടുത്താൻ വന്ന ആര് ശല്യപ്പെടുത്താൻ വരും? ഒരു സ്റ്റേ കമ്പി പോലെ ഞാൻ ഇവിടെ ഉണ്ടാവും. ഒരു തനങ്ങൂലല്ലോ ഇവിടെ. ഇതുപോലെ
തേക്കമ്പി. ഈ കമ്പിയുടെ മേളിൽ കഴിച്ച് ആരെങ്കിലും ചാടി വന്നാലും കറണ്ട് അടിപ്പിക്കും ഞാൻ. സാറേ അത് വരുന്നു ഇവൻ സമ്മതിക്കത്തില്ല. അല്ല ഞാൻ വാങ്ങാൻ പോയില്ല. പോവാതെ ഇങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്യാനാണ്? അല്ലല്ല വേറെ സന്തോഷം പറയാൻ വന്നതാ. എന്താണ് എന്റെ സന്തോഷം? അല്ല ഞാനേ പോയ വഴിക്കാണ് ഇവന്റെ വീട്. പിന്നെ ഞാൻ കയറിയ ഫീസൊക്കെ കെട്ടി റെഡിയാക്കി. ഇനിയിപ്പോ നിനക്ക് എടുത്തിട്ട് പോക്കോ, കുഴപ്പമില്ല കേട്ടോ. ഞാൻ വിചാരിച്ച നിങ്ങൾ ഭയങ്കര ക്രൂരനാണെന്ന്. ഞങ്ങൾ ജനസേവകരല്ലേടാ. എന്റെ ദൈവമേ, തിലകന്റെ മുഖവും ജയഭാരതിയുടെ മനസ്സ് വന്ന് ആരറിഞ്ഞു. ഞാൻ ഒരു കാര്യം ചെയ്യാം. എന്റെ പൊന്നോ മതി എന്തെങ്കിലും മതി. അപ്പൊ സാറേ എന്നാ പിന്നെ ഓക്കെ ഓക്കെ അപ്പൊ പിന്നെ സാറേ ഞാൻ പോയി ആ ബീഫ് വാങ്ങിച്ചോണ്ട് കേട്ടോ. വേണ്ട ആ പൈസ പൈസ. അല്ല സാറേ എനിക്ക് വിശക്കണ്. വിശപ്പിന്റെ വില എന്തെന്ന് നീ മനസ്സിലാക്കണം. അല്ല എന്റെ ഭാര്യയുടെ കാതിലെ കമ്മലിന്റെ കാര്യം ഞാൻ പറയാം. ഇവിടെ അല്ലല്ലോ, അവിടെ അല്ലേ. ചെല്ല് മനുഷ്യ അങ്ങോട്ട്. സെൽവൻ ചേട്ടാ, സെൽ ചേട്ടാ, രാജ്മോഹൻ ചേട്ടാ, അപ്പൊ കറണ്ട് ഒക്കെ വന്ന സ്ഥിതിക്ക്, സ്കിറ്റ് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നേരെ കമന്റ്സിലേക്ക് പോവാം. സ്റ്റാർട്ടിംഗ് വിത്ത് അസീസിക്ക. ചെങ്കിളെ പൊളിച്ചടാ. കാരണം KSEB നമ്മൾ സാധാരണ അങ്ങനത്തെ സ്കിറ്റുകളൊന്നും അങ്ങനെ ഒരുപാട് എടുക്കാറില്ല. നമ്മൾ പഞ്ചായത്ത് ഓഫീസ് അല്ലെങ്കിൽ മറ്റേ ബ്ലോക്ക് ഓഫീസ് ഇങ്ങനെയുള്ള സ്കിറ്റുകളാണ് സാധാരണ ചെയ്യാറുള്ളത്. KSEB എന്ന് പറയുമ്പോൾ പിന്നെ രണ്ടാമത് ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മുടെ സോഷ്യൽ ഇഷ്യൂസായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. കാരണം ചൂട് ഇപ്പോൾ ഒരുപാട് റീൽസൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. മറ്റേ KSEBയിൽ വിളിച്ച് ആ ഫസ്റ്റ് അതിൻ്റെ ടേക്ക് ഓഫ് തന്നെ ഫോൺ കോൾ വന്നിട്ട് സജി കാണിച്ച മറ്റേ ആക്ടിങ്ങിൻ്റെ ആ ഒരു പരിപാടി ഉണ്ടല്ലോ. കാരണം കേട്ട് മടുത്ത ഒരു സാധനം. ഞങ്ങളിവിടെ ചിരിച്ചു ആ സാധനം. ആ സാധനമല്ലേ ഗംഭീരമായിരുന്നു. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നിങ്ങൾ 3 പേരെയും എടുത്ത് പറയേണ്ട കാര്യമില്ല. കാരണം സെൽവരാജ് ഇപ്പോൾ കറക്റ്റ് സിനിമ മെറ്റീരിയലായി മാറിയിരിക്കുകയാണ്. സ്കിറ്റ് കാണുമ്പോൾ സെൽവൻ്റെ ആ സ്കിറ്റ് കാണുമ്പോൾ നമുക്ക് ഒരിക്കലും സ്കിറ്റായിട്ടൊരു ഫീലേ തോന്നുന്നില്ല. നിന്ന് സമാധാനത്തോടു കൂടി ആ റിയാക്ഷനും നിൻ്റെ ഓരോ മൂളൽ പോലും ആ സ്കിറ്റിന് അർത്ഥവത്തായിട്ടുള്ള ഒരു കൊണ്ടുവരുന്ന ഒരു തരത്തിലുള്ള ഒരു മൂളലാണ്. പിന്നെ രാജ്മോഹൻ ഗംഭീരം കേട്ടോ. കാരണം എന്തറിയോ, സമാധാനത്തിന് സമാധാനം. എന്നെ ദേഷ്യപ്പെടുത്തരുത്. അതിൻ്റെ വേരിയേഷൻ ഉണ്ടല്ലോ, ക്യാരക്ടറിൻ്റെ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. ഗംഭീരം. ഞാൻ പണ്ടൊന്ന് പറയായിരുന്നു, ഗംഭീര ഉഗ്രനായിട്ട് പെർഫോം ചെയ്തു. ഉഗ്രൻ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ചെയ്ത് ആ ക്യാരക്ടറിന് 100% ആത്മാർത്ഥത പുലർത്തിയിരിക്കുന്നു. പിന്നെ സജി ആ സ്കിറ്റ് കൊണ്ടുപോകാൻ വേണ്ടി നടന്ന സജിയുടെ പെർഫോമൻസും ഉഗ്രനായിരുന്നു. 3 പേരും പൊളിച്ചടുക്കി. കൗണ്ടർ എന്ന് പറയാൻ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ കൗണ്ടർ എന്ന് പറയുന്ന സാധനത്തിനില്ല. നിങ്ങളെ പെർഫോമൻസിലെ സിറ്റുവേഷൻ സാധനങ്ങളാണ് ഈ സ്കിറ്റിൽ വന്നു വരുന്നത്. പക്ഷെ എല്ലാം അടിപൊളിയായിട്ട് ചിരിച്ചു. ഓക്കെ, അടിപൊളി ഉഗ്രൻ സ്കിറ്റ്. ഓൾ ദി ബെസ്റ്റ്. കലക്കി. ഇതിലിപ്പം എന്താണ് രാജ്മോൻ ഇതിലൊരു വ്യത്യസ്തമായ ഒരു കഥാപാത്രമാണ്. അതാണ് രാജ്മോൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഏത് ടീമിലെടുത്തിട്ടാലും സിങ്കാണ് ആള്. പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡെന്ന് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ഈ കറണ്ടിന് പരാതി പറയുന്നു, വിളിക്കുന്നു, അവിടെ ബഹളം ഉണ്ടാക്കുന്നു. അങ്ങനെ ആ ഒരു റൂട്ടാണ് നമ്മൾ ചിന്തിച്ചത് ആദ്യം കണ്ടപ്പോൾ തന്നെ. KSEB എന്നുള്ള ബോർഡ് കണ്ടപ്പോൾ നമ്മൾ അതാണ് വിചാരിച്ചത്. പക്ഷേ നിങ്ങൾ ആ ഏരിയയിലേക്ക് പോയില്ല. പക്ഷേ ഇലക്ട്രിസിറ്റി KSEB ഒക്കെ ഇപ്പം നല്ല പക്കയാണ് കേട്ടോ. കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു റിമാർക്ക് പറയാനായിട്ട് പറ്റില്ല. പിന്നെ നമ്മുടെ പ്രകൃതിയുടെ ഓരോരോ പ്രശ്നങ്ങൾ കൊണ്ട് കാറ്റടിച്ച് മരം വീണാലും ഇതൊക്കെ വെച്ച് ആ ഒരു കംപ്ലൈൻ്റ് അല്ലാതെ വിളിപ്പുറത്തുണ്ടെന്നുള്ളൊരു നമുക്കൊക്കെ അനുഭവം അതാണ്. അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിനെ അവരെ മോശമുള്ള രീതിയിലൊന്നും നിങ്ങൾ ചിത്രീകരിച്ചിട്ടില്ല. കാര്യങ്ങൾ സ്ക്രിപ്റ്റ് ആ രീതിയിലാണ് നിങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് നല്ല നല്ല വശങ്ങൾ പറയുന്നുണ്ട്. ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നല്ല രീതിയിൽ. 3 പേരും പിന്നെ സെൽവൻ്റെ ടീമെന്ന് നമ്മൾ ഇതിൽ കാണുമ്പോൾ വരാൻ വേണ്ടി ഇങ്ങനെ ആഗ്രഹിക്കുന്ന ടീമുകളിൽപ്പെട്ട ഒരാളാണ് സെൽവൻ. കാര്യം ഇവിടെ വരണം. കാര്യം സെൽവൻ്റെതായ ഒരു മാന്യറസം ഉണ്ട് എപ്പോഴും. സെൽവൻ ചെയ്യുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ നമ്മുടെ സജീനെ ഈ പറയുന്ന പോലെ രാജ്മോൻ്റെ വേറൊരു പതിപ്പ് കേട്ടോ. ഏത് ക്യാരക്ടറും എവിടെ വേണേലും നമുക്ക് കൊള്ളിക്കാം. എന്തായാലും 3 പേരുടെ അന്വേഷണവും കണ്ടെത്തലുകളും നല്ല രസമായിട്ട് ഇതിലെ പ്രതിഫലിച്ചു. ഗംഭീരമായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. സെൽവ, സജി, രാജ്മോനെ, ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 3 പേർക്കും ആപ്റ്റായിട്ടുള്ള ക്യാരക്ടർ കിട്ടിയെന്നുള്ളതാണ്. സജിയുടെ തുടക്കം എന്ന് പറയുന്നത് ഗംഭീര തുടക്കമാണ്. കാരണം നമ്മൾ KSEBയിൽ ഇങ്ങനെ ഒത്തിരി പേര് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ രാജ്മോൻ്റെ എൻട്രി എന്ന് പറയാം. അപ്പം നസീർക്ക് പറഞ്ഞ പോലെ നമ്മളിപ്പോൾ KSEBയെ ഒരിക്കലും കുറ്റം പറഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. 3 പേരുടെ കോമ്പിനേഷൻ അടിപൊളിയായിരുന്നു. ഇപ്പം അസീസ് പറഞ്ഞ പോലെ ഈ സജിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ മീഡിയേറ്റർ കളിക്കാൻ സജി, മനു കുമ്പാരി, അങ്ങനെ നമുക്ക് കുറച്ച് കാര്യം. അതെ, ബിജു വർഗീസ് ഇവർ അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇവരുടെ കയ്യിലാണ് ഭദ്രമാണ്. അപ്പം
നെടും തൂണായിട്ട് ഇവർ നിന്നോളും. പിന്നെ ബാക്കി നിങ്ങളുടെ പെർഫോമൻസ് ആണ്. അത് ഭയങ്കര രസമായിരുന്നു. ക്ലൈമാക്സ് ഒക്കെ വളരെ ലൈഫായിട്ട് പോയി. ഞാൻ പറഞ്ഞ സ്കിറ്റ് പ്രതീതി അല്ല, KSEB ഓഫീസിൽ നടക്കുന്നൊരു സാധനം റിയൽ ആയിട്ട് ലൈവായിട്ട് നിങ്ങൾ കാണും. ഭയങ്കര രസം, ബ്യൂട്ടിഫുൾ, അടിപൊളി. താങ്ക് യു. സൂപ്പർ. അങ്ങനെയെങ്കിൽ ഈ ഒരു റിയൽ സ്കിറ്റിന് എത്ര മാർക്ക് കിട്ടും എന്ന് നമുക്കിനി അറിയാം. സ്റ്റാർട്ടിംഗ് വിത്ത് നസീർക്ക. ഞാനൊരു 18,000 രൂപ കൊടുക്കും. 18,000. അസീസിക്ക? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. Real life. 21. അടിപൊളി. 11,000 പ്ലസ് 21,000 39,000 രൂപയായിട്ടുണ്ട്. നമുക്ക് ചോദിക്കാം പ്രചോദനോട്. ചേട്ടാ ഞാനങ്ങ് തരാം, പക്ഷേ ഷോക്ക് അടിച്ച് നിൽക്കരുത്. കറണ്ട് പൈസ അടയ്ക്കാം. പിടിച്ചു. 70,000 രൂപയാണ്. കൺഗ്രാജുലേഷൻ. ഇനി അത് രാത്രി KSEB വേണ്ട, സ്വിറ്റ്സർലാൻഡിൽ പോവാം. നല്ല തണുപ്പുണ്ട് അവിടെ. കൊള്ളാം, അടിപൊളി. കുഴപ്പമില്ല, നമുക്ക് പഞ്ചടുത്ത തവണ അടിക്കാം അല്ലേ? അപ്പൊ എന്തായാലും കാണാൻ ചേട്ടാ വീണ്ടും. താങ്ക് യു. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെയുടെ വേദിയിൽ ഇനി അടുത്തതായിട്ട് ടീം മാസ് ആണ് വരാൻ പോകുന്നത്. അവർ വരുന്നത് ഒരു സ്കിറ്റിന്റെ 2ാം ഭാഗവുമായിട്ടാണ്. അത് ഏതാണ് എന്ന് ഞാൻ പറയുന്നില്ല, കാരണം അത് നിങ്ങൾ തന്നെ കണ്ടോളൂ. ലെറ്റ്സ് വെൽക്കം മനോജ് ചേട്ടൻ, സുമി ചേച്ചി ആൻഡ് അജയ് ചേട്ടൻ. ഇതൈറ്റം വേറെ. മതിമുഖിമാലതി അണിഞ്ഞൊരുങ്ങ്, മംഗല കുങ്കുമമണിഞ്ഞൊരുങ്ങ്. മതിമുഖിമാലതി അണിഞ്ഞൊരുങ്ങ്, മംഗല കുങ്കുമമണിഞ്ഞൊരുങ്ങ്. മിന്നി നിൽക്കൂ വിളക്കായി നീ, പൂത്തു നിൽക്കൂ പൂനിലാവായി പ്രണയരാ. കഴിഞ്ഞ മാസം ഇതുപോലൊരു വെള്ളിയാഴ്ച ഇതുപോലൊരു ചടങ്ങ് കഴിഞ്ഞത് എൻ്റെ പെണ്ണ് കാണാൻ ചടങ്ങ്. മനസ്സമ്മതവും കഴിഞ്ഞു. കൂടി വന്ന ഒരു 6 മാസം കൂടി ഉള്ളു ഈ ഹോസ്പിറ്റലിൽ എൻ്റെ കഷ്ടപ്പാട്. അത് കഴിഞ്ഞ് എൻ്റെ ഏട്ടായി ഉണ്ടല്ലോ, എൻ്റെ കെട്ടിയോന് സ്വിറ്റ്സർലാൻഡിലെ ഡോക്ടർ എന്നെ കൊണ്ടങ്ങ് പറക്കും അങ്ങ്. കൂടി എന്നാ ഒരു 6 മാസം മതിമുഖി മാലതിയാണിഞ്ഞൊരുങ്ങ്, മംഗളദുന്ദുഭിയാണിഞ്ഞൊരുങ്ങ്. മണി സുധാകരന് 80 വയസ്സ്, രാമേന്ദ്രൻ 86 വയസ്സ്, എല്ലാം 80+ ആണ്. കുഴപ്പമില്ല. എന്നാൽ ഈ വയ്യാത്തവർക്ക് മരുന്ന് കൊടുക്കുന്നത് നമ്മളെ പോലുള്ളവർക്ക് ഒരു സന്തോഷം. ഓ, സിബിച്ചായൻ വിളിക്കുന്നു. എന്തോ ഞാൻ ഡ്യൂട്ടിയിലോട്ട് കേറാൻ തുടങ്ങിയതേ ഉള്ളൂ. ഈ സിബിച്ചായനും വീഡിയോ കോൾ വരാൻ കണ്ടൊരു സമയം. സിബിച്ചായ എന്താണ് മോളെ? സുഖം. How are you? എന്തോ സിബിച്ചായ ഈ ടൈമിൽ വിളിക്കുന്നത്? ഞാൻ ഡ്യൂട്ടിയിലോട്ട് അങ്ങോട്ട് കേറാൻ തുടങ്ങിയതല്ലേ ഉള്ളായിരുന്നു. മോള് വെച്ച ഡ്യൂട്ടി ഏതോ, ഞാൻ പിന്നെ വിളിക്കാം. ഞാൻ പെടങ്ങും കേട്ടോ. വയ്യാത്തവരില്ല, അവിടെ കടന്നോളൂ. എവിടെ എഴുന്നേറ്റ് പോകത്തില്ല. സിബിച്ചായൻ പറ, മോളെ എവിടാ ഇത്? ഞാനേ ജോലിയുടെ ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് കിട്ടിയപ്പോ മോളെ ഒന്ന് വിളിച്ചതാ. അങ്ങോട്ട് തിരിഞ്ഞേ. തിരിഞ്ഞു. ഇങ്ങോട്ട് തിരിഞ്ഞേ. എന്താടി? എന്നെ ഡോക്ടറാന്ന് പറഞ്ഞ് പറ്റിക്കുമായിരുന്നില്ലയോ? ഗോതമ്പൊടി പൊടിപ്പിക്കുന്ന മില്ലിലെങ്ങാണ്ടാ ജോലി. എന്റെ ദേഹത്ത് പൊടിയിരിക്കുന്ന ദേഹത്ത് മൊത്തം. കർത്തമാണ്, ഇത് പൊടിയല്ലെന്ന്. പിന്നെ എടി, ഞാൻ സ്വിറ്റ്സർലൻഡിലല്ലേ. ഇവിടെ ഇപ്പൊ മഞ്ഞ് പൊഴിയുന്ന സമയമാ. മഞ്ഞ് ദേഹത്തെല്ലാം വീണ് കിടക്കുവാണെന്ന്. ഇവിടെ വിന്ററാ. ആണോ? ഇവിടെ ഉമ്മറോ? അല്ല, ഇവിടെ സമ്മർ. ഇവിടെ ഭയങ്കര ചൂടാ ഇവിടെ. അന്നക്കുട്ടി, എന്തോ നമ്മുടെ മനസ്സമ്മതം കഴിഞ്ഞിട്ട് ഇച്ചാൻ ഇനി കയറി പോന്നല്ലേ. ഞാനിപ്പോ എല്ലാ രാത്രികളിലും അന്നക്കുട്ടിയെ ഓർക്കും. രാത്രി മാത്രം ഓർക്കാൻ ഞാൻ എന്താ ടോർച്ചാണോ? അന്നക്കുട്ടിക്ക് എന്നെ കാണാൻ കൊതിയാന്ന് തോന്നല്ലേ? എനിക്കോ? സിബിച്ചായനെ എപ്പ വിളിക്കും, സിബിച്ചായനെ എപ്പ കാണാൻ പറ്റുമെന്ന് സത്യം പറഞ്ഞ ഞാൻ എന്റെ കണ്ണിൽ ബെറ്റാഡിയൻ ഒഴിച്ച് കാത്തിരിക്കുവാ. കണ്ണിൽ എണ്ണ ഒഴിച്ചെന്നല്ലേ പറയണ്ട? അത് വീട്ടിലാണെങ്കിൽ വെളിച്ചെണ്ണ, ഇവിടെ ആണെങ്കിൽ ബെറ്റാഡിയൻ. ഉള്ളതല്ലേ ഒഴിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, മോളുടെ ജോലി നടക്കട്ടെ. പിന്നെ ചാനും പതിവ് കിട്ടിയില്ല. എന്താ നാണം നിനക്ക്? എനിക്ക് നാണോ? വേണ്ട ഇപ്പൊ വേണ്ട. എന്നാ ഞാൻ ഇപ്പൊ കട്ട് ചെയ്യും. നിർബന്ധിക്കണോ? ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അങ്ങനെ പിടിക്കാൻ ഞാൻ. അല്ലെങ്കിൽ സിബിച്ചായനിങ്ങനെ സന്ദർഭം നോക്കാതെ. ഇവിടെ ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്നല്ലോ. ഒരു ഗുളികയുണ്ടേ. എന്റെ ദൈവമേ, ഇങ്ങനെ ഇവിടെ അഡ്മിറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സമയത്ത് ഞാൻ ഈ ബെഡ് കാണത്തില്ല. എഴുന്നേറ്റ് അങ്ങ് നടക്കുക, കാലിൽ പ്ലാസ്റ്റർ ഇട്ടേക്കുക. കാലി പ്ലാസ്റ്റർ ഇല്ലയോ? അല്ലാതെ പാദസരം ഒന്നല്ലല്ലോ ഇട്ടിങ്ങനെ കിളിക്കാനായിട്ട്. സംഭവം എന്താന്ന് വെച്ചാൽ, അണ്ടർആർമിന്റെ പോക്കറ്റ് ഇച്ചിരി ചില്ലറ പൈസ ഉണ്ടായിരുന്നു.
ബാത്റൂമിൽ പോയി ഇത് ഊരിട്ട് തിരിച്ചിട്ടപ്പം നിക്കർ അകമ്പുറം തിരിഞ്ഞു, പോക്കറ്റിൽ കിടന്ന പൈസ പ്ലാസ്റ്റർ നാട്ടിൽ വീണു. അതിന്റെ സൗണ്ടാ കേൾക്കുന്നത്. ഇതൊന്ന് എടുത്തു തരാമോ? എനിക്ക് അതല്ല തൊഴില്. അല്ല, എടുത്തു തരണം. എടുത്തരത്തില്ല, ഇപ്പൊ എടുക്കണം എത്ര നിർബന്ധം? പൈസ ചവിട്ടി നടക്കല്ലെന്ന് ഞങ്ങളുടെ അമ്മച്ചി പറഞ്ഞിട്ടുണ്ട്. എടുത്തു സിസ്റ്റർ പ്ലീസ്. ചുമ്മാ വേണ്ടാത്ത പണി ഒപ്പിച്ചേട്ടെ. 100 കൂട്ടം ജോലി അല്ലാതെ കിടക്കുന്നു. 5 5 എത്ര സിസ്റ്റർ? 5 5 10. 10 5 എത്ര? 15. 15 2 17. 19 രൂപ ഉണ്ട്. അത് 2 രൂപ കാണുന്നില്ല. ഇന്നത്തില്ല 2 രൂപ കാണുന്നില്ല. 2 രൂപ കാണുന്നില്ലെന്ന് വെച്ചാ ശ്രദ്ധിച്ചു നോക്കാം, അവിടെ കാണും. സിസ്റ്റർ എടുത്തായിരുന്നു. എന്റെ പൊന്നു ടിപ്പു സുൽത്താനെ, ഞാൻ കണ്ടില്ല പൈസ. അവിടെ പോയിരിക്കണോ? ഞാനിപ്പോ ബാത്റൂമിൽ പോയില്ലയോ? അവിടെ കൊടുത്തായിരിക്കും 2 രൂപ. പിന്നെ ഞാൻ KSRTC ബാത്റൂമിൽ പോയ പോലും പൈസ കൊടുക്കാത്തവനാ. അത് ഞാൻ അവിടെ കൊണ്ട് പൈസ കൊടുക്കുന്നു. അല്ല, സിസ്റ്റർ എടുത്തതാ. സിസ്റ്റർ എനിക്ക് എന്റെ കാര്യമില്ല കേട്ടോ. എനിക്ക് 1 ഒരു ജോലിയുണ്ട്. അതുമല്ല 6 മാസം കഴിയുമ്പോ ഞാൻ എന്റെ ഭഗവാനെ, എന്റെ 2 രൂപ എടുത്ത് ആരായാലും അവരെയൊക്കെ ഉണ്ടല്ലോ. അല്ല, അതെന്റെ പൈസ ഞാൻ ഇപ്പൊ ഇയാൾക്ക് തന്നത്. എനിക്ക് എന്റെ കാര്യമില്ല. ഇയാളെന്താ ഈ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എണീറ്റ് നടക്കുന്നത്? പിന്നെ എനിക്ക് മൂത്രം ഒഴിക്കാൻ പോകണ്ടേ? എടാ, മൂത്രം ഒഴിക്കാനുള്ള ബോട്ടിൽ ആ താഴെ വെച്ചേക്കുന്നത്. ഇതോ? പുതിയ ബോട്ടിൽ ഇന്നലെ ഇയാൾക്ക് തന്നില്ലത്. ഇത് മൂത്രം ഒഴിക്കാനുള്ളായിരുന്നോ? പിന്നെ ഞാൻ ഇതിനകത്ത് 3-4 ദിവസം കൊണ്ട് കടുങ്കാപ്പി വാങ്ങിക്കുന്നത്. ഉച്ചയ്ക്ക് കഞ്ഞിയും വാങ്ങിച്ചു. എടോ, അത് യൂറിൻ കളക്ടർ ആണ്. ഓ, അവിഞ്ഞ രൂപവും കിടിലം പേരും. യൂറിൻ കളക്ട് ചെയ്യുന്ന ബോട്ടിലാണെന്ന്. എന്റെ പൊന്നു സിസ്റ്റർ, ഇതൊന്നും മനസ്സിലാക്കാനുള്ള പ്രായം എനിക്കില്ല, അറിവും എനിക്കില്ല. ഞങ്ങൾക്ക് അത്ര നിർബന്ധമാണ്. ഇനി എണീറ്റ് നടക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ യൂറിൻ ബാഗ് തരാം. ആണോ? അന്ന് 2 എണ്ണം തരണം. പെങ്ങളുടെ 2 പിള്ളേരുണ്ട്. ഇപ്പൊ സ്കൂൾ ഉറക്കുമില്ല. മാമന്റെ വകയായിട്ട് 2 എണ്ണം അവർക്ക് കൊടുക്കാം. സ്കൂൾ ബാഗിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. യൂറിൻ ബാഗ് അതാകുമ്പോ ഇയാൾക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് നടക്കേണ്ട കാര്യം അത് ഞാൻ പൊക്കിക്കൊണ്ടൊക്കെ നടക്കണ്ടേ? അത് എനിക്ക് എന്തിനോട്ട് ഇന്നത്തെ ചേട്ടാ ഗുളിക ചുമ്മാ ഗുളികയും തിന്നത്തില്ല. ഇവിടെ അങ്ങ് കിടക്കാന്ന വിചാരം. ഇത് രാവിലെ ഇച്ചിരി കഴിഞ്ഞ് ഇപ്പൊ തന്നെ നിന്നു. ഇത് അവിടെ വെക്കാൻ പറ്റത്തില്ല. ഞാൻ ലോക്ക് ചെയ്തേക്കും. അവിടെ വെക്കാൻ പറ്റത്തില്ല. ഇവിടുന്ന് ഇങ്ങോട്ടും പറ്റത്തില്ല. ഞാൻ ഇവിടെ ഫുള്ളായിട്ട് ലോക്ക് ചെയ്തൊക്കെ സംഭവമാണ്. സിസ്റ്റർ പെട്ടു. ഞാൻ ജയിച്ചു. കളിക്കാനാണോ ഞാൻ തന്നത്? പഞ്ചാര ഉണ്ടോ? പഞ്ചാര എന്താ? അല്ല, ഈ ഗുളികയുടെ കവർപ്പൊന്ന് വായിന്ന് പോകാനെ കൊണ്ട് പഞ്ചാര ഉണ്ടോ? കുഞ്ഞുമാവയാണോ? ഒന്നാമത് ഇയാൾക്ക് ഷുഗറാ. ഇന്നലെ ആണെങ്കിൽ ബ്ലഡ് എടുത്തിട്ട് പോയി അത് ടെസ്റ്റ് ചെയ്യാൻ പോലും കിട്ടിയില്ല. ഞാൻ ആര് പറഞ്ഞു? ഞാൻ കണ്ട ഒരു ഇതിനകത്ത് എടുത്തോണ്ട് പോകുന്നത്. അതിനെക്കാട്ടി മുമ്പേ ഉറുമ്പെടുത്തോണ്ട് പോയി ഇയാളുടെ ബ്ലഡ്. സംസാരിക്കരുത്, ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. നാണം ഉണ്ടോടോ ഇയാൾക്ക്? ഗുണ്ടയാണ് പോലും, ഗുണ്ട. 6 മാസം മുന്നേ ഇയാൾ കുത്തും മേടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നു. അന്നേരം പരിചരിച്ച് ഞാൻ അങ്ങ് വിട്ടു. ഇപ്പോഴും 6 കയ്യിൽ നിന്ന് കുത്തും മേടിച്ചോണ്ട് വന്നേക്കുവാ. ഇയാൾക്ക് നാണമില്ല ഇങ്ങനെ കുത്തും കിട്ടിയിട്ട് ഇങ്ങോട്ട് വന്ന് കിടക്കാന്? പിന്നെ ഗുണ്ടോളൂ പിന്നെ ആശുപത്രി കുത്തും മേടിച്ചോണ്ടല്ലാതെ വല്ലവരും കത്തും മേടിച്ചോണ്ട് വരാൻ പറ്റും? അല്ല അല്ല, എടോ, ഇയാളോടൊരു കാര്യം പറയാം. ഇതുപോലെ ഇനി പരിചരിക്കാൻ ഞാൻ കാണത്തില്ല. 6 മാസം കഴിഞ്ഞ് ഞാൻ സ്വിറ്റ്സർലൻഡിലേക്ക് പോവുകയാണ്. 6 മാസം സ്വിറ്റ്സർലൻഡിൽ പോകുന്നു? യെസ്. രാജിവെച്ച് പോകണോ? രാജിവെച്ച് പോകല്ല. എന്റെ കല്യാണം എന്റെ കെട്ടിയാണെങ്കിൽ സ്വിറ്റ്സർലൻഡിലെ ഡോക്ടറാണോ? സ്വിറ്റ്സർലൻഡിലെ ഡോക്ടറാണോ? അതെ അതെ. അപ്പൊ സ്വിറ്റ്സർലൻഡിൽ വെച്ച് പുള്ളിക്ക് ഒത്തിരി പെണ്ണുങ്ങളെ കാണാലോ. ആവശ്യമില്ലാത്ത സംസാരിക്കരുത് കേട്ടോ. മനസ്സമ്മതത്തിന്റെ അന്ന് അച്ഛൻ എന്നോട് ചോദിച്ചു, അദ്ദേഹത്തിനോട് ചോദിച്ചു, അന്നത്രേസി, അതായത് എന്നെ കല്യാണം കഴിക്കാൻ സമ്മതമാണോ എന്ന് ചോദിച്ചപ്പോ എന്റെ ഇച്ചായൻ ആണെന്ന് പറഞ്ഞിട്ട് എന്റെ മുഖത്ത് കണ്ണുമ വെട്ടാതെ 1/2 മണിക്കൂറാണ് നോക്കി നിന്നത്. അറിയാമോ? പറഞ്ഞത് അബദ്ധമായി പോയല്ലോ എന്ന് ഓർത്ത് നിന്നായിരിക്കും. അങ്ങനെയുള്ള ഒരാള് സ്വിറ്റ്സർലാൻഡിലെ ആരെയും കാണത്തില്ല, എന്നെ മാത്രമേ കാണത്തുള്ളൂ. നിങ്ങൾ എന്ത് പറയുന്നേ? സ്വിറ്റ്സർലാൻഡിലെ പെണ്ണുങ്ങളെ കാണുമെന്ന് പറഞ്ഞു. അയ്യോ, സ്വിറ്റ്സർലാൻഡിലെ പെണ്ണുങ്ങളെ കാണുമെന്നല്ല, സ്വിറ്റ്സർലാൻഡിൽ പെൺകിന്നുകളുണ്ട്, അവരെ കാണാമല്ലോ എന്നാ പറഞ്ഞത്. അതെ, ഇയാൾ മരുന്ന് കഴിക്കും. എടോ, ഇന്നലത്തെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തതിന്റെ റിസൾട്ട് വന്നായിരുന്നോ? ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു? ആര് കൊടുത്തു? വെളിയിൽ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തില്ലായിരുന്നോ? അയ്യോ, അത് വെളിയിൽ ടെസ്റ്റിന് കൊടുക്കണമെന്നാണോ? പിന്നെ അവനെ പോത്ത് കുടിക്കും, അവനെ മൂടിച്ചാണ് എല്ലാ ശനി പരുവത്തിലാക്കിയാലും അവനെ കുത്തിയാൽ കീറിച്ചാണ് കിട്ടും. ആ നാക്കിഞ്ഞതാ, അതാ നല്ലത്. ഇതിനെക്കാളും മൂർച്ചയാ നിങ്ങളുടെ നാക്കിന്. ആവശ്യമില്ലാതെ കിടന്ന് വാവക്കരുത് ഞാൻ പറഞ്ഞു കേട്ടാ. ഈ അന്നത്ര ചേരാന്ന് ഇയാൾക്ക് അറിയത്തില്ല. എന്നാ സിസ്റ്റർ എന്നെ അറിയത്തില്ലേ? അറിയാള് ഞങ്ങള് കഴിഞ്ഞ മാസം ആശാന് കുത്ത് കിട്ടിയിട്ട് ഇവിടെ വന്ന് കിടന്നില്ലായിരുന്നു? ഓ, കത്തിയും കൊണ്ട് ആൾക്കാരെ പേരിട്ട് ജീവിക്കുന്ന ആള്. ജോലി വേറെ ജോലിയും കൂലിയൊന്നും ഇല്ലല്ലോ. എന്താടോ? എന്തുവാ? അല്ല, എനിക്ക് താൻ ആരാ? താൻ ആരാടോ? ഞാൻ വൈസ് ചാൻസലർ. സോറി കേട്ടോ, എനിക്ക് മനസ്സിലായില്ല. പെട്ടെന്ന് ഇങ്ങോട്ട് കയറി വന്നോണ്ട് എൻട്രി അല്ലായിരുന്നോ? ഏത് കോളേജിലെയാ? അല്ല, ഞാൻ ആശാനെ നോക്കാനൊക്കെ കൊണ്ടുവരുന്നത്. ആശാനെ നോക്കാൻ വന്നത്? അത് ബൈ സ്റ്റാൻഡർ. ഇംഗ്ലീഷ് അത്ര വശമല്ല. പിന്നെ എന്തിനാ പണയാൻ പോയത്? എനിക്ക് ഗമയ്ക്ക് അടിച്ചതാ. ഗമയ്ക്ക് പറയാൻ പറ്റുന്നൊന്നും അല്ലത്. എന്നെ ഓർമ്മയില്ലയോ? എടാ രാജുവേ,
എന്നെ കെട്ടുരിപ്പടി ഒരുക്കി ഇരുത്തിയേക്കല്ല ഇവിടെ. എന്നോടും കൂടെ ഒന്ന് മിണ്ടടാ ഇടയ്ക്ക്. ഞാൻ പ്രാർത്ഥിച്ചിട്ട് ആശാൻ ഇവിടെ വന്ന് കിടക്കുന്നു. എന്തോ പറഞ്ഞു അല്ല ഞാൻ എന്ത്? അല്ല ഞാൻ അന്ന് ഇവിടെ വന്നില്ലായിരുന്നു. ഓറഞ്ച് ഓറഞ്ച് എനിക്ക് വേണ്ട ഓറഞ്ച്. നല്ല സ്റ്റിക്കർ ഒട്ടിച്ച ഓറഞ്ച്. ആ സ്റ്റിക്കർ ഇളക്കല്ലേ, കേടാണ് ആ ഭാഗം. രാജുവേ, ആ രണ്ടല്ലി ആശാൻ കൊടുത്താടാ. ആ അല്ലി നിന്നിട്ട് ഓറഞ്ചിന് അല്ലി നിന്നിട്ട് ഗുരു കേടാക്കണം. അവിടെ മര്യാദ കൊടുക്കരുത്. എടോ എനിക്ക് വേണ്ട ഓറഞ്ച്. ഞാൻ സ്നേഹത്തോട് തരുമില്ല. ഞാൻ അന്ന് തൊട്ടേ ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തോ ശ്രദ്ധിക്കുന്നുണ്ട്? അല്ല എനിക്ക് എന്തോ തന്റെ പ്രശ്നം എന്തുവാ? ഞാൻ പറഞ്ഞില്ല എനിക്ക് ഓറഞ്ച് ഒന്നും വേണ്ട. സിസ്റ്റർക്ക് ഇനി കേരളത്തിൽ ഓറഞ്ച് ഒന്നും വേണ്ട. സിസ്റ്റർ ഇനി സ്വിറ്റ്സർലാൻഡിലെ ഓറഞ്ച് തിന്നാൻ പോവാ. സ്വിറ്റ്സർലാൻഡിൽ വരെ ഓറഞ്ച് ഞാൻ പോകുന്നത്. ഞാൻ മാത്രം തരാം ഇഷ്ടത്തിന് നല്ല കിടക്കട്ടെ ഓറഞ്ച്. ഞാൻ വന്നേ, അവര് സ്വിറ്റ്സർലാൻഡിൽ പോയി ഓറഞ്ച് തിന്നാൻ പോകുന്നല്ല പറഞ്ഞത്. അവരെ ഒരു സ്വിറ്റ്സർലാൻഡിലെ ഡോക്ടറാണ് കല്യാണം കഴിക്കുന്നത്. അങ്ങനെ അവർ സ്വിറ്റ്സർലാൻഡിൽ പോകുന്ന പറഞ്ഞത്. ശാപപങ്കില നടകളിൽ തൊഴുതു നിന്നു പ്രദോഷമായി അകലുമാത്മമനോഹരി. നീ ഇങ്ങനെ ഓറഞ്ച് പിടിഞ്ഞോണ്ട് നടക്കത്തേ ഉള്ളടാ. എന്തുവാ ആ പെണ്ണിനോട് പറയാമോ സ്വിറ്റ്സർലാൻഡിലെ ഡോക്ടറെ കളഞ്ഞിട്ട് എന്നെ കെട്ടാമെന്ന്? അന്നാ സിസ്റ്ററെ, എന്തായിരുന്നു? ഡോക്ടറെ കളഞ്ഞിട്ട് ഇവനെ കെട്ടാമോ? എന്ത് എന്ത് പറഞ്ഞു? അല്ല അത് എന്ത് അന്ന അത് എന്നെ അന്ന എന്നെ ഏ? എന്നെ അന്ന അത് അന്ന എന്നെ 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 അന്ന അത് അന്ന എന്നാണോ അശ്ശോ, എടാ മുഖം കണ്ടപ്പോഴേ ഓർത്തത് ഒരു പേഷ്യന്റ് എനിമ കൊടുക്കാനുണ്ട്. ഞാൻ പെട്ടെന്ന് കൊടുക്കാം. അന്ന 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 എടാ പന്ന ഇങ്ങോട്ട് പോടാ. അങ്ങോട്ട് പോടാ. എനിക്ക് വലിയ ഇഷ്ടമാണ്. കെട്ടണം. എടാ നിനക്ക് യോഗ്യത ഉണ്ടോടാ? എന്തോ യോഗ്യത ഉണ്ടോടാ നിനക്ക്? ആശാന്റെ കൂടെ നടക്കും. ആശാൻ പറയല്ലോ ആശാൻ യോഗ്യത ഉണ്ടെന്ന് പറയല്ലോ. അയ്യോ, അത് യോഗ്യത എന്നല്ല പറയുന്നത്. നീ എനിക്കൊരു ബാധ്യതയാണെന്നാണ് പറയുന്നത്. നിനക്ക് എന്തെങ്കിലും കഴിവുണ്ടോടാ നിനക്ക്? എടാ ഞാൻ ചന്തയിലൊക്കെ കിടന്ന് അടി ഉണ്ടാക്കുമ്പോ ആ അടിക്കടെ തെറിച്ച് വീഴുന്ന പച്ചക്കറി കാരറ്റും ഈ ഉണക്കമീനും ഒക്കെ എടുക്കാൻ അല്ലാതെ നിനക്ക് എന്തുവരെ കഴിവുണ്ടോടാ നിനക്ക്? ഉണ്ടോ? ആശാൻ സംസാരിക്കില്ലേ? ഒരു ഗുണ്ട കളിയാക്കരുത്. ഒരു ഗുണ്ടയ്ക്ക് മറ്റൊരു ഗുണ്ട തീർച്ചയായിട്ടും കളിയാക്കാൻ പറ്റത്തില്ല. എഴുതി വെച്ചിട്ടുണ്ട്. എവിടെ എഴുതി വെച്ചിട്ടുണ്ട്? ഗുണ്ട ആറ്റിലുണ്ട്. നല്ല രാജുവേ, എന്തുവാ ഇത്തിരി വിഷമമുണ്ട് കേട്ടോ. എന്തിന്? ഞാൻ സിസ്റ്ററോട് ഞാൻ കേട്ടു. എന്താ പറഞ്ഞു? നീ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഹോസ്പിറ്റലിൽ കയറിയെന്ന്. ഞാനിവിടെ അഡ്മിറ്റ് ആകുമ്പോൾ നിനക്ക് എനിക്ക് കൂട്ടിരിക്കാൻ പറഞ്ഞു. എന്നിട്ട് ആ സിസ്റ്ററെ കാണണം. നീ പ്രാർത്ഥിച്ച് കയറ്റിയല്ലേടാ എന്നെ ആശുപത്രിയിൽ? ഞാനില്ലായിരുന്നു. നീ ആരെ കയറ്റിയാലൂടെ പ്രാർത്ഥിച്ചു? ഞാൻ അപ്പൂപ്പനെ വെച്ചൊന്ന് ട്രൈ അടിച്ച് നോക്കി കയറ്റാൻ വന്നു. എങ്ങനെ? ഞങ്ങൾ അപ്പൂപ്പനെ കഴിഞ്ഞ മഴയത്ത് മുറ്റത്ത് നിർത്തി പനി പിടിപ്പിക്കാൻ. ആ പനി പിടിച്ച് കഴിയുമ്പോൾ കൂടുമ്പോൾ ഇവിടെ കൊണ്ടുവരാമല്ലോ. എനിക്ക് എന്തായാലും ഈ പെണ്ണിനെ കാണാമല്ലോ. പക്ഷെ ഞങ്ങളപ്പൂപ്പൻ മഴ നനഞ്ഞിട്ടേ തോർത്തി കഴിഞ്ഞൊരു കടുക്കാപ്പ് പിടിച്ചപ്പോ പനി അങ്ങ് പോയി. അങ്ങനെ പണ്ടുള്ളൊരു പനി വന്നാലേ ഒരു ചുക്ക് കാപ്പി കുടിച്ചാൽ മാറും. പക്ഷെ ഇപ്പോഴത്തെ അസുഖം വന്നാൽ ഒരു ചുക്കും കുടിച്ചാൽ മാറത്തില്ല. അതാണ് പണ്ടുള്ളവരുടെ ആരോഗ്യം. കേട്ടോടാ? നീ ഒരു ഉപകാരം ചെയ്യണം പ്ലീസ്. ഉപകാരം ചെയ്യാമോ? എന്തുവാ കാര്യം? എന്തുവാ? നമ്മളീ ഗുണ്ടകളല്ലേ ഇവിടെ എത്ര നാളൊന്നും വെച്ച ഈ ആശുപത്രി കിടക്കുന്നത്? എനിക്കാണ് ഈ മരുന്നിന്റെ ടേസ്റ്റ് ഒന്നും പിടിക്കുന്നില്ല. നാക്കിന്റെ ഒക്കെ രുചി കെട്ടു. ഒരു ചെറുതടിച്ചാരനെ കൊള്ളായിരുന്നു. ഇപ്പോഴോ? ഒന്ന് ഒപ്പിച്ചിട്ടുണ്ട്. മരുന്ന് കഴിക്കുമ്പോൾ അങ്ങനെ ആരെയും കുടിക്കാൻ പറ്റത്തില്ല. കുഴപ്പമില്ലെന്ന്. ആ പഴുക്കൊന്നും കുടിക്കാൻ പറ്റത്തില്ല. സാരമില്ലെന്ന്. അടിച്ചില്ല. എനിക്ക് കൈ കാലൊക്കെ വിറയ്ക്കുന്നോ സത്യമായിട്ടും. ആശാൻ പറഞ്ഞില്ല ഞാൻ മണ്ണമേട്ട് കാട് വെട്ടാൻ പോയെന്ന്. ആ പൈസക്ക് ഞാൻ സാധനം മാറ്റിട്ട് വേണ്ടേ? ക്വാർട്ടർ ആണല്ലോടാ ഇത്? അല്ലല്ല പുള്ള പിന്നെ ഇത്ര ചെറുത് അപ്പുറത്ത് അത് ഏലസ. കാര്യം ചെയ്യും. ബിവറേജിലെ കുപ്പി കണ്ട ഇവിടുത്തെ ഡോക്ടർക്ക് അറിയത്തില്ല. അപ്പൊ പിന്നെ അങ്ങനെ കുടിക്കുന്ന ആശാൻ കുടിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ സംഭവം ചോദിച്ചാല് ഈ മരുന്നിന്റെ ഒക്കെ കുപ്പിയെ ഇവിടുന്ന് കമ്പൗണ്ടർ പറക്കി ആ വെളിയിൽ ആ മൂലയ്ക്ക് ഇട്ടിട്ടുണ്ട്. നീ അതിനകത്തൊന്നും ഒരു കുപ്പി എടുത്ത് അതിനകത്ത് തൊളിച്ചോണ്ട് അപ്പൊ അറിയത്തില്ല. അറിയത്തില്ല. നമ്മൾ കട്ടലിൽ കീഴ് വെച്ച് അടിച്ചാലും അറിയത്തില്ല. മരുന്ന് കുപ്പിയാണെന്ന് വിചാരിക്കത്തുള്ളൂ. പെട്ടെന്ന് കേട്ടോ. എന്റെ ശിഷ്യൻ തന്നെ കേട്ടോ. രോഗികളായാല് നമ്മൾ അങ്ങോട്ട് കാണിക്കുന്ന ഒരു റെസ്പോൺസിബിലിറ്റി അവർ തിരിച്ചിങ്ങോട്ടും കാണിക്കണം. ആ രണ്ടാം വാർഡിൽ കിടക്കുന്ന വത്സലോട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് BP കൂടുതലാണ്, നിങ്ങൾ ആരോഗ്യം ശ്രദ്ധിക്കണം, നിങ്ങളുടെ ഭക്ഷണക്രമം ശ്രദ്ധിക്കണം, എണ്ണ അതുപോലെ ഉപ്പൊന്നും കൂട്ടരുന്ന്. അവരെന്നോട് ഉടനെ പറയുമ്പോൾ അതുകൊണ്ടൊന്നും അല്ല, ഈ നേഴ്സിന്റെ നോട്ടം കാരണം അവർക്ക് BP കൂടുന്നതെന്ന്. ഞാൻ അവിടെ ചെന്ന് നിൽക്കുമ്പോഴത്തേക്ക് എന്റെ നോട്ടം കണ്ട അവർ പേടിക്കുമെന്ന്. സത്യം പറയാൻ നോട്ടം കണ്ട നിങ്ങൾ പേടിക്കോ? അത്ര കഠിന ഹൃദയാണോ ഞാൻ? ആണോ? എടാ അത്ര കഠിന ഹൃദയാണോ ഞാൻ? ഞാൻ എല്ലാ കാര്യങ്ങളും അതായത് രീതിയിലല്ലേ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. എനിക്ക് ഡിസ്ചാർജ് വേണം. ഡിസ്ചാർജ് തരാൻ പറ്റത്തൊന്നുമില്ല. ഡിസ്ചാർജ് വേണം. ഒരു 10 മിനിറ്റത്തേക്ക് ഡിസ്ചാർജ് തരോ? അവിടെ ഒരു പോയിട്ട് വരുമ്പോഴത്തേക്ക് ഡിസ്ചാർജ്. എടോ ഇപ്പൊ ഇയാൾക്ക്
ഡിസ്ചാർജ് തരാൻ പറ്റത്തില്ല. എന്താന്ന്? ഇൻ കേസ് ഡിസ്ചാർജ് തന്നാ കൂടി ഇയാൾ വീട്ടിൽ പോയി നിർബന്ധമായിട്ടും ബെഡ് റെസ്റ്റ് എടുക്കണം. ഒരു ഗുണ്ടയോട് പറയാൻ പറ്റുന്ന കാര്യമല്ല പറഞ്ഞത്. ബെഡ് റെസ്റ്റ് ഒന്നും ഒരു ഗുണ്ടയുടെ ജീവിതത്തിൽ വിധിച്ചിട്ടുള്ളതല്ല. ഞങ്ങൾ തേരാപ്പാറ നടന്ന് അറിഞ്ഞും പുറഞ്ഞും പെട്ടും. ഇത് കണ്ടോ? അയ്യോ, ട്രെയിൻ പാളം തെറ്റി കിടക്കുന്ന ഫോട്ടോ. ഇത് ട്രെയിൻ പാളം തെറ്റി കിടക്കുന്ന ഫോട്ടോ അല്ല. തന്റെ കാല് 2-3 ഒടിഞ്ഞതിന്റെ എക്സ്ട്രാ ആണ്. എക്സ്ട്രാ അതിനി ഒട്ടുന്ന വരെ താൻ ഇവിടെ കിടക്കണം. അയ്യോ അല്ല, ആ ഡോക്ടർ വരുവാണ്. എന്താ ചെയ്യടാന്ന് പറയും. ഇവനെ കാണുന്നില്ലല്ലോ. നീ എന്തിനാണ് ഈ വിറ്റാടി മരുന്നൊക്കെ എടുത്തുണ്ടോ? ആശാദി പറഞ്ഞത് വെച്ചാണ്ട് ആ മറ്റേ മരുന്നിന്റെ കുപ്പി ഇതായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ മറ്റേ സാധനം വിളിച്ച് ഇവിടെ കൊണ്ടുവന്നു. പരസ്യമായിട്ട് അടിച്ചാൽ ഇവർ അറിയില്ല. ഇവിടെ കണ്ടേ കുപ്പി ഇരിപ്പുണ്ടോ തോന്നടാ. എന്തോ ഗ്ലാസ് ഉണ്ടോ ഇവിടെ കണ്ടേ? എന്തുവാ ചേട്ടാ ഇത്? ആ സിന്ധു സിസ്റ്റർ ഒരു ബോധം ഇല്ലാതെ ഓരോന്ന് ചെയ്തു വെച്ചോളൂ. ഇനി ഇതിന്റെ കണക്ക് ഞാൻ വേറെ കാണിക്കണം. ഒരു മരുന്ന് തീർന്നിട്ട് എടുക്കാവുള്ളൂ. സിന്ധു സിസ്റ്ററോട് പറയുന്നത് എന്താ ചെയ്യാൻ? തിരക്ക് കാരണം നാട്ടിലങ്ങ് തെറ്റും. താൻ എന്തോടെ ചെയ്തത്? എന്താണ് ഇയാൾ എന്തോടെ ചെയ്തത്? എന്താ കാണിച്ചത്? താൻ വന്നപ്പോ പോലെ ഞാൻ തന്റെ അഭ്യാസങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ താൻ എന്നെ അല്ലോടോ. എടോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കല്യാണം ഉറപ്പിച്ച പെണ്ണ. ആവശ്യമില്ലാത്ത വേലക്ക് നിൽക്കരുത് ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. ഇങ്ങനെ പിടിക്കാനുള്ള ബുദ്ധിയൊന്നും ഇല്ല. ആര് പറഞ്ഞു? എടോ ഇയാൾ വന്നപ്പോ പോലെ ഞാൻ ഇയാളെ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞാണോ ഞാൻ അങ്ങനത്തെ ഒരാളല്ല. എന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഞാൻ എന്റെ എന്തോ കാണിക്കുവാടോ. ഇയാളെ കാലല്ലയോ അത്? കട്ടിലിൽ കിടക്കാനല്ലേ പറഞ്ഞു? മേശപ്പുറത്തോട്ട് എന്തുവാടാ ഇത്? ഓരോ മാരണങ്ങൾ ഇങ്ങോട്ട് തന്നെ വലിഞ്ഞു കയറിക്കോളും. അപ്പുറത്ത് വീണു. ഞാൻ ഡോക്ടറിനോട് പറഞ്ഞ ഞാൻ കംപ്ലൈന്റ് പറയും. എന്തോ കാണിക്കോട്ടെ തന്നെ. അല്ല, ഞാൻ അതിന്റെ കാലിൽ ഇച്ചിരി ആട്ടം ഉണ്ടെന്ന് മുമ്പേ ഞാൻ അവനോട് പറഞ്ഞായിരുന്നു. അത് ശരി, ആപ്പ് വെക്കാൻ കയറിയാന്നോടാ. എങ്ങനെ അടിക്കുന്നു? നീ അവിടെ നിൽക്കാം, ഞാൻ പോയി എടുത്തോണ്ട് വരാം കേട്ടോ. രഘു കട്ടിലിൽ എണീക്കരുത്. പാലത്തിന് ഫയലിംഗ് ചെയ്യുന്ന പോലെ കുത്തുന്ന അവർക്ക് കേൾക്കും. എന്തോ ചെയ്യും? ഞാൻ ആശാനെ എടുക്കാം. എടുക്കോ? എന്തോ കാണിക്കോട്ടെ. എന്തോ കാണിക്കും. ഇതൊരു ഹോസ്പിറ്റലാന്നുള്ള ബോധമില്ലേ നിനക്കൊക്കെ? മര്യാദയുടെ ഭാഷയിൽ ഇത്ര നേരം ഞാൻ സംസാരിച്ചോണ്ടിരുന്നത്. വിസിറ്റ് സമയം കഴിഞ്ഞു. പോകാൻ പറ്റത്തില്ല. ഞാൻ പോകാൻ പറ്റത്തില്ല. എങ്ങനെ പോകുന്നത്? ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ ഡോക്ടറിനോട് കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇയാളെ ഇവിടുന്ന് പറഞ്ഞു കൊടുക്കും കേട്ടോ. ഇതിങ്ങളെ കൊണ്ടുപോയി എന്തോ ഒരു മണ്ടത്തരാണ്. ഇയാൾ പറഞ്ഞിട്ടില്ലേ മറ്റേ കുപ്പിക്കകത്ത് നമുക്ക് കുടിക്കാൻ പോലും എത്ര അവസരം കിട്ടിയാണ്. ഒറ്റ അടിക്കുക. എനിക്ക് തലയ്ക്ക് കിക്ക് കിട്ടും. എങ്ങനെ? അവര് ബിറ്റാടിനാന്നും പറഞ്ഞോണ്ടല്ലേ എടുത്തോണ്ട് പോയേക്കുന്നത്. ഇത്ര കഴിയുമ്പോ എന്റെ മുറിവ് ഡ്രസ് ചെയ്യാൻ വരും. ആ ബിറ്റാടിന് ഒഴിച്ച് ആ മുറിവിനകത്ത് ഒഴിക്കുമ്പോ അതുവഴിയല്ല ഞരമ്പിൽ കൂടെ കയറി എനിക്ക് കിക്ക് കിട്ടും. നീ എന്തോ ചെയ്യോടാ? ബുദ്ധിയില്ലാത്തവ. എനിക്ക് കാലങ്ങോട്ട് പൊക്കി വെക്കണം. കാലങ്ങോട്ട് പൊക്കി വെക്കാന് പ്ലാസ്റ്റിക് ഇട്ടേക്കല്ലോ. ഇവിടുത്തെ മുറിവ് കാണിക്കും. കൊള്ളാമോ നോക്കട്ടെ ഇച്ചിരി. ഇന്ന് ഞാൻ കരയത്തില്ല. ഇന്ന് കരയത്തില്ല. ഒരു 90 രൂപ ഒഴിക്കാം. എന്താ? അല്ല, ഒരു ശാലം കൂടെ ഒഴിച്ച് കഴുകാം. സാധാരണ നിലവിളിക്കുന്നതാണല്ലോ ഇത്. ഒരു 10 രൂപ ഒഴിക്കാം. ടച്ചിങ് ഒന്നുമില്ലേ? ടാബ്ലറ്റ്സ് ഒന്നുമില്ലേ? നേരത്തെ തന്നത് ആണോ? കൊണ്ടുപോകാന്നോ? ഇനി വേണമെന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞോ. അങ്ങനെയാണ് സംഭവം. അങ്ങനെ എനിക്ക് കിട്ടുമല്ലോ. നിനക്ക് അങ്ങനെ കിട്ടും. നിന്റെ കൈ മുറിഞ്ഞിട്ടില്ലല്ലോ. സിസ്റ്ററേ, എന്റെ കൈ മുറിവിനകത്ത് ഒഴിക്കാമോ? എനിക്കറിയത്തില്ല. അവിടെ കണ്ട് കൊണ്ട് മുറിഞ്ഞതൊന്നും ഒഴിക്കാമോ?
അങ്ങനെ പറ്റത്തില്ല. ഇയാള് ആദ്യം പോയി OP ടിക്കറ്റ് എടുക്കണം, എന്നിട്ട് വന്ന് ഡോക്ടറെ കാണണം. ഡോക്ടർ പറയുവാണെങ്കിൽ മാത്രമേ എനിക്ക് മരുന്ന് വെക്കാൻ പറ്റത്തുള്ളൂ. ഇനി ഇൻ കേസ് ഇവിടെ എടുക്കാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ വേറെ അടുത്ത് പോകേണ്ടി വരും. ഞാൻ അത്രയും പോട്ടൊക്കെ വരുമ്പോഴത്തേനും സാധനം തീർന്നു പോകും. സാധനം തീർത്തില്ല, മരുന്ന് ഇവിടെ ഒത്തിരി സ്റ്റോക്ക് ഉണ്ട്. ആ മരുന്നൊന്നും അല്ലത്. പിന്നെ ആശാരം കൊടുക്കാൻ വേണ്ടി ഞാൻ അതിന് മദ്യം ഒഴിച്ച് വെച്ചേക്കും. അത് കുടിക്കാതെ എന്റെ ദൈവമേ, ഈ ഹോസ്പിറ്റലിൽ ഞാൻ നിൽക്കാനും മദ്യപിച്ചോ? അത് സംഭവം എന്താണെന്ന് വെച്ചാൽ 10 ദിവസം കൊണ്ട് ഇവിടെ കിടക്കുന്നില്ല. ഹലോ ഡോക്ടർ, ഈ രഘു അയാളുടെ ശിഷ്യനും കൂടെ ഞാൻ നിൽക്കല് ഇവിടെ നിന്ന് മദ്യപിച്ചതല്ലേ? ഈ മുറിവിനകത്തോടെ എന്തോ ഒരു സംഭവം. ഓക്കെ ഡോക്ടർ, അങ്ങനെ ചെയ്യാം. രണ്ടുപേരുടെ കാര്യം തീരുമാനമായി, പൊക്കോളാൻ പറഞ്ഞു. തുണി മണിയെല്ലാം എടുത്തോണ്ട് അങ്ങോട്ട് ഇറങ്ങി നിൽക്കാം, അവിടെ ആംബുലൻസ് വരും. ആംബുലൻസ് വരുന്നത് ഞാൻ ഓട്ടോ വിളിച്ച് പോക്കോളാം. ഓട്ടോ എന്ന് വിളിച്ച് വീട്ടിൽ പോകാനുള്ളതൊന്നുമല്ല, നിന്നെയൊക്കെ ഡി അഡിക്ഷൻ സെന്ററിലോട്ട് ആക്കാനാ പറഞ്ഞത്. നിന്റെയൊക്കെ കള്ളൂടി നിർത്തേണ്ട ഉത്തരവാദിത്വം ഇപ്പൊ ഞങ്ങൾക്കാ. ചോര പറഞ്ഞ തല കറങ്ങുന്നൊക്കെ. അയ്യാ, ചോര പറഞ്ഞ തല കറങ്ങിയപ്പം സഹിക്കുന്നില്ല ഇല്ലയോ? മദ്യവെച്ച് തല കറങ്ങുമ്പോൾ നിനക്കൊക്കെ സഹിക്കോടാ. ഇവളാണ് കുടിച്ചിട്ട് നിൽക്കുന്നത്. നമ്മുടെ ആശാനും ശിഷ്യനും രണ്ടാമത്തെ വട്ടവും ഫ്ലോറിൽ വന്നിട്ട് പൊളിച്ചടിക്കോ എന്ന് നമുക്കറിയാം. കാര്യക്കാരോട് ചോദിക്കാം. പ്രചോദേട്ടാ, അജേഷേ, സുമി നന്നായിരുന്നു കേട്ടോ. നല്ല രസമുള്ള പെർഫോമൻസ് ആയിരുന്നു. കാര്യം ഇതൊരു സെക്കൻഡ് പാർട്ടാണ്. സുമി അടിപൊളിയായിരുന്നു കേട്ടോ. കാര്യം സുമിയുടെ ഒരു ചാർജ്, ഒരു തുടക്കം മുതൽ സുമിയുടെ ഒരു എനർജി ഭയങ്കര രസമായിട്ട് ഇത് കീപ്പ് ചെയ്ത് പോയി. നിങ്ങളുടെ രണ്ടുപേരുടെയും കുറേ പരിപാടികൾ, അതായത് ഈ മദ്യം അതിനകത്തോട്ട് മാറ്റി വെക്കുന്നു, പിന്നെ അതിന് ശേഷമുള്ള പ്ലേ കുറേ കാര്യങ്ങളുണ്ട്, പിന്നെ ഇടയ്ക്ക് ചില സ്ഥലങ്ങളിൽ ലൂസായിട്ടുണ്ട്. അതൊഴിച്ചാൽ ബാക്കിയുള്ള പരിപാടികളെല്ലാം അടിപൊളിയായിട്ടുണ്ട്. നല്ല പെർഫോമൻസ് ആയിരുന്നു. ഞാൻ പറഞ്ഞ പോലെ ഇടയ്ക്കിവിടെയോ ചെറിയ ഹ്യൂമറിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു, പക്ഷേ ബാക്കി എല്ലാം ഓൾറെഡി ഓക്കെയാണ്. അടിപൊളി. താങ്ക് യു പ്രചോദേട്ടാ. നസീർക്ക കൊള്ളായിരുന്നു. സെക്കൻഡ് പാർട്ട് തിരഞ്ഞെടുത്തപ്പോൾ അല്പം തിരക്ക് കൂടിപ്പോയെന്ന് തോന്നുന്നു, അല്ലേ? വേറെ കണ്ടന്റ് ആയിരുന്നു നമ്മൾ ആദ്യം എടുത്തത്. ആ കണ്ടന്റ് ഇച്ചിരി കയറാൻ ഇതായതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ സെക്കൻഡ് എടുത്ത്. ധൃതി കൂടി അല്ലേ? നിങ്ങളുടെ കയ്യിൽ നിന്ന് അങ്ങനെ വരാൻ സാധ്യതയുള്ളതല്ല. കാര്യം നിങ്ങൾ അതിനുവേണ്ടി മെനക്കെടുന്നവരാണ്. സെക്കൻഡ് എടുക്കുമ്പോൾ ഒന്നിൻ്റെ മേളിലാണ് രണ്ടെന്നുള്ള പ്രതീക്ഷയിലാണ് നിങ്ങൾ സ്കിറ്റുകൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതേവരെയും കണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് എവിടെയൊക്കെയോ ചെറിയ പോരായ്മകൾ വന്നിട്ടുണ്ട്. ഇടയ്ക്ക് കുറച്ച് ഭാഗത്ത് കുറേ സീരീസ് കാര്യങ്ങളൊക്കെ കയറി ഇറങ്ങിപ്പോയി. അവിടെയാണ് നമുക്ക് ചെറിയ പ്രശ്നം. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പക്ഷേ എങ്കിൽ പോലും ഇടയ്ക്കൊന്ന് ഡൗൺ ആയിട്ട് പിന്നെ റീ ഓപ്പൺ ചെയ്യുന്ന പോലെയാണ് നമ്മൾ ചിരി വരുന്നത്. പിന്നെ ആക്ടിങ് ബേസിൽ നിങ്ങൾ 3 പേരും ഗംഭീരമായിട്ട് ആക്ട് ചെയ്തു. അജേഷ് നന്നായിരുന്നു കേട്ടോ. ആദ്യത്തെ ആ സീക്വൻസ് ഒക്കെ നല്ല രസമായിരുന്നു. ചില്ലറ ആ സാധനമൊക്കെ ഗംഭീരമായിരുന്നു. നമ്മൾ അതേ ഫോളോ ചെയ്ത് അങ്ങ് പോയിരുന്നെങ്കിൽ അത് ഓക്കെ ആയേനെ. പക്ഷേ എന്തൊക്കെയോ എവിടെയൊക്കെയോ കുഞ്ഞു മിസ്റ്റേക്കുകൾ, അത്രയേ ഉള്ളൂ. സാരമില്ല, അടുത്ത പ്രാവശ്യം ഇതിന്റെ തേട് പിടിക്കണം. ഈ ക്ഷീണം ആ തേടിൽ തീർക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നിങ്ങളുടെ ടീമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് പറയട്ടെ, ഞങ്ങളെ ഈ 3 പേരെ നിങ്ങൾ കൺഫ്യൂഷൻ ആയി കളയും. കാരണം ഇത് നല്ലതാണോ, ഇതെന്തെങ്കിലും പറ്റിയോ? സത്യം പറഞ്ഞാൽ നിങ്ങളെ, അതായത് ഒന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങളെ പെർഫോമൻസ് കൊണ്ട് നിങ്ങളിത് ഗംഭീരമായി കളയും. എന്തൊക്കെയോ പാകപ്പിഴകൾ ഇതിനകത്തുണ്ട്, പക്ഷേ നിങ്ങൾ അതൊക്കെ അത് മറികടന്ന് നിങ്ങൾ 3 പേരും ഭയങ്കര പെർഫോമൻസ് ചെയ്തത്. നമ്മളെ അതായത് റോക്കറ്റ് വിട്ടതുപോലെയാണ് സുമി ഒരു പോക്ക്. അത് അവസാനം വരെയും ഞാൻ മനസ്സിലാക്കിയെന്ന് പറയുമ്പോൾ നമ്മളെ നടൻ ജഗദീഷ് സാറിൻ്റെ അതേ സ്വഭാവമാണ് സുമി. കാരണം സാറ് രാവിലെ ഷൂട്ട് തുടങ്ങി 6-7 മണിക്ക് ഷൂട്ട് തുടങ്ങി കഴിഞ്ഞാൽ രാത്രി 10 മണിയായിരുന്നാലും സാറ് ഒരേ എനർജി ആയിരിക്കും. അതേ എനർജിയാണ് സുമിക്കുള്ളത്. പെർഫോം കൊണ്ട് ഞാൻ 100-ൽ 100 മാർക്ക് ഞങ്ങൾക്ക് തരുന്നു. ബാക്കിയെല്ലാം കണ്ടതുപോലെയാണ്. ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പൊ കമന്റ്സ് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്കിനി ഇന്നത്തെ പ്രൈസ് മണി എത്രയാണ് എന്നറിയാം. അസിസിക്ക തന്നെ തുടങ്ങിക്കോ. ഞാൻ 18. 18,000. പ്രചോദേട്ടനോ? ഞാൻ ഒരു 17. അപ്പൊ 17ഉം 18ഉം 35,000 രൂപയാണ് ഇപ്പോഴത്തെ ടോട്ടൽ. ഇനി നമുക്ക് റിവീൽ ചെയ്യാനായിട്ട് നസീറിക്കയോട് ചോദിക്കാം. ഇക്ക ബാക്കി ഇതാ പ്ലാസ്റ്റിൻ്റെ അകത്ത് ഇടരുതേ. 10,000 രൂപയാണ് ലഭിച്ചിരിക്കുന്നത്. കൺഗ്രാചുലേഷൻസ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അടുത്ത വേദിയിൽ കുറേയധികം ചിരികളുമായിട്ട്. താങ്ക് യു. അപ്പൊ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും ഒരുപാട് ചിരിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ കൂടുതൽ ചിരിപ്പിക്കാനായിട്ട് കൂടുതൽ കൗണ്ടറുകളും പഞ്ചുകളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കാണാം. Till then, this is me, Meenakshi Sudhir, signing off from Flowers Comedy. Good night.